പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് സഭയായി അവിടുത്തെ മക്കൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഈ മനോഹരമായ സയനത്തിലും. അപ്പ അങ്ങോട്ട് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന, അവിടുന്ന് ഭരിക്കുന്ന, അവിടുന്ന് ഏക രാജാവായിരിക്കുന്ന ആ നിത്യമായ രാജ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാൻ, ഞങ്ങളുടെ വാസസ്ഥലമാണത്, ഞങ്ങളുടെ നിത്യമായി ജീവിക്കേണ്ട സ്ഥലമാണത്, ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനമാണ്. ആ ലോകത്തിലേക്ക് ജഗത്താവ് ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന മന്നകൾ, ഞങ്ങളുടെ അദൃശ്യമായ ആ ലോകത്തെക്കുറിച്ച് തിരിച്ചറിയുവാനുള്ള കൃപയും പരിജ്ഞാനവും ബുദ്ധിയും വിവേകമൊക്കെ ഞങ്ങൾക്ക് നൽകണമെന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതോട് ബന്ധത്തിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കണമേ. എല്ലാ ആവലാതിയും, എല്ലാ ദുഃഖവും ക്ഷീണവും ബലഹീനതയൊക്കെ മാറ്റി പരിശുദ്ധാത്മാവ് ആത്മാവിൽ എരിവോടെ നിന്ന് കൃപയും താഴ്ന്നു നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പഠിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും വേഗത്തിൽ ഒരുമിച്ച് കൂട്ടി വരുത്തണമേ. അവർ ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിപ്പാൻ, ഒരുമിച്ച് ഞങ്ങൾക്ക് നിത്യതയിലേക്ക് വളരുവാൻ, ആ വചനം ഞങ്ങളെ സൗഖ്യമാക്കി ജീവനും ആത്മാവിനെയും പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ആ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഒരുമിച്ച് ഓടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ. അടിയനും കർത്താവെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കുന്ന സ്വരം അവിടുത്തെ സ്വരം മാത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കാണുകയാണ്, അല്ലേ? മറന്നുപോയിട്ടില്ലല്ലോ. കഴിഞ്ഞ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞപ്പോൾ സമയം 7:30 മണിയായി. പണ്ട് 7 മണിയായിരുന്നു. ഫാസ്റ്റിംഗ് പ്രയർ 7:30 വെച്ചതുകൊണ്ട് എല്ലാം 7:30 മണിയായി മാറി. ഇന്നും കുഴപ്പമൊന്നുമില്ല, പഴയത് തന്നെയാണ്. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യം എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. ഏതാണ്ട് 25ഓളം ക്ലാസ്സുകൾ ഏതാണ്ട് കവറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ എന്താ പറയുക, ഫൗണ്ടേഷൻ മാത്രമാണ് നമ്മൾ ഇത്രയും സംസാരിച്ചു കൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മളിപ്പോൾ ആരംഭിച്ചത് ന്യൂ ബർത്ത്, ദൈവരാജ്യത്തിനകത്ത് എങ്ങനെയാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്, ആരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 3-4 ക്ലാസ്സായി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെ ചിന്തയിലേക്ക് മാത്രം ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച ടൂറൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും മലമുകളിൽ നിന്ന് ആരും ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും സത്യം പറഞ്ഞാൽ മലമുകളിൽ നിന്ന് ഇപ്പോഴും താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഒന്ന് താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ 2-3 ആഴ്ച ക്ലാസ്സുകൾ ഒന്ന് ഓടിച്ചു വിടുന്നത്. സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പുതിയ ജനനം, ന്യൂ ബർത്ത്, വീണ്ടും ജനനം എന്ന് പറയുന്നത് ഈ വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ഈ ദൈവരാജ്യത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദൈവരാജ്യം അനുഭവിക്കുവാനും അതിൽ കടക്കുവാനും അവകാശമാക്കുവാനും കഴിയത്തുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. ഇത് നമ്മുടെ പഴയ മനുഷ്യനാണ്. ഇതുമേലൊക്കെ നമ്മൾ എടുത്തിട്ടില്ല, പിന്നീട് എടുക്കുവാനെ കുറിച്ചൊക്കെ അഭിഷേകം പ്രാപിക്കുന്നത് ഈ പഴയ മനുഷ്യൻ്റെ മേലാണ്. ഈ പഴയ മനുഷ്യൻ്റെ മേൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഓടി നടന്ന് മിനിസ്ട്രി ചെയ്യാൻ കഴിയും. പക്ഷേ അവസാനം നരകം മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. പഴയ മനുഷ്യൻ്റെ മേലാണ് അഭിഷേകം ദൈവം പകർന്നു തരുന്നതൊക്കെ. അതിനെക്കുറിച്ചൊക്കെ ആഴമായിട്ട് നമ്മൾ വരുന്നാളിൽ പഠിക്കും. അപ്പം അതുകൊണ്ട് ഈ പുറമേ മനുള്ള മനുഷ്യൻ്റെ മേൽ അഭിഷേകം കിട്ടി ഭൂതങ്ങളെ പുറത്താക്കിയാലും വലിയ പ്രവചിച്ചാലും വീര്യപ്രവൃത്തി ചെയ്താലും ദൈവരാജ്യം അവകാശമാക്കണമെന്ന് അല്ലെങ്കിൽ അവകാശമാക്കത്തില്ല എന്ന് തന്നെയാണ് വേദോസം പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവരാജ്യം അവകാശമാക്കുന്നത് നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യനാണ്, അല്ലേ? ആ പടം കാണുമ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളായി ഇതിനെക്കുറിച്ച് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെയും നിങ്ങളുടെയും അകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ, രക്ഷിക്കപ്പെടുക എന്നുള്ള വേറെ വിഷയം, വീണ്ടും ജനിക്കുക എന്നുള്ളത് വേറെ വിഷയം, ഒരുപാട് എല്ലാം സെപ്പറേറ്റ് മാറി കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ച്, ന്യൂ ബർത്ത്, ബോൺ അഗെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബോൺ അഗെയിൻ നമ്മൾ സംഭവിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ എൻ്റെ അകത്ത്, നമ്മുടെ അകത്ത് വീണ്ടും ജനനം സംഭവിക്കുക, ഒരു പുതിയ സൃഷ്ടിപ്പ്, അല്ലേ? എവിടെ വരിക? നമ്മുടെ അകത്ത് സംഭവിക്കുക. ഇവനാണ് ആര്? പുതിയ മനുഷ്യനാക്കി. ഓക്കെ, എന്താ നമ്മുടെ വിഷയത്തോളം ബന്ധത്തിൽ കടന്നു പോവാ. ഇതാ, ഞാൻ മലമുകളിൽ നിന്ന് ഇപ്പോഴും വന്നിട്ടില്ല ആരും. ഇപ്പൊ ഇവൻ ആരാണ്? ഇവനാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. മറന്നു പോകരുത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യനല്ല, ഇന്നർമാൻ ഔട്ടർമാൻ അല്ല നമ്മൾ. അകമേയുള്ള മനുഷ്യൻ, വീണ്ടും ജനിച്ച മനുഷ്യനാണ്. ഇവനാണ് നമ്മൾ ദൈവരാജ്യം. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, അല്ലേ? പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ വാക്കിൽ പഠിച്ചത് നമ്മൾ. അപ്പൊ അതുകൊണ്ട് എന്നും ഫോക്കസ് ചെയ്യേണ്ട മെയിൻ വിഷയം അകത്തെ മനുഷ്യൻ, വീണ്ടും ജനിച്ച പുതു മനുഷ്യൻ. ഇന്ന് ആത്മീയ ഗോളത്തിൽ, പെന്തക്കോസ് ഗോളത്തിൽ, ക്രിസ്ത്യാനി ഗോളത്തിൽ ഏറ്റവും അധികമായി ഫോക്കസ് ചെയ്യുന്നത് ഔട്ടർമാനെ, അങ്ങനെയല്ലേ? അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അത്ഭുതം ചെയ്യുന്നവരെയാണ് അങ്ങ് മോനോളം പൊക്കിവിടുന്നത്. പക്ഷെ അവൻ നരകത്തിലേക്ക് പോകുന്നത്. അവനെ കൊണ്ട് ഗുണമുണ്ട്, അത് വരും ദിവസങ്ങൾ നമ്മൾ പഠിക്കും, അല്ലേ? ഔട്ടർമാനെ കൊണ്ട് ഗുണമുണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷേ ജഡരക്തങ്ങൾ ദൈവരാജ്യം 15:50 ഒന്ന് കുതിരയിലെ 15:50 എന്താ? ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ അതുകൊണ്ട്
ആരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്? അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യൻ. അതുകൊണ്ട് ഇവനെ ഫോക്കസ് ചെയ്ത് വേണം ക്രിസ്ത്യ ജീവിതം ഓടുവാനായിട്ട്. ഹല്ലേലൂയ. ഔട്ടർ മാനെ ഫോക്കസ് ചെയ്താൽ ഈ ലോകത്തിൽ പേരും പെരുമയൊക്കെ കിട്ടും. നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും പർദീസ പടിവാതുക്കൽ പോലും നമ്മൾ എത്തത്തില്ല എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് 80% വിശ്വാസികളും 80% ദൈവദാസന്മാരും നിത്യമായ നരകത്തിലേക്കെന്ന് വേദപുസ്തകം അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പുതിയ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഏറെയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ദൈവരാജ്യം അവകാശമാക്കുന്നത്. 2 തരം ജനനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഫിസിക്കൽ ബർത്തുമുണ്ട്, സ്പിരിച്വൽ ബർത്തുമുണ്ട്. ഭൂമിയിൽ ജനിക്കുന്ന ഇവനെ പോലെയുള്ള ഈ കാണുന്ന ഫിസിക്കൽ ബർത്തുമുണ്ട്. നമ്മൾ അകത്തു കാണുന്ന അല്ലേ ദൈവരാജ്യത്തിനകത്ത് ജനിച്ചിരിക്കുന്ന പുതിയ ജനനമുണ്ട്. പുതിയ മനുഷ്യൻ എവിടെ ജനിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം അനുവദിച്ച ആ പുതുമനുഷ്യൻ, രക്ഷിക്കപ്പെട്ട ബോൺ അഗൈൻ സംഭവിച്ച പുതുമനുഷ്യൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തിനകത്ത്. നമ്മുടെ ഔട്ടർമാൻ എവിടെ ജനിച്ചിരിക്കുന്നത്? ഈ ഭൂമിക്കകത്ത്. വ്യത്യാസം മറന്നു പോകരുത്. ഓടിച്ചു വിടുക. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുഞ്ഞ് പുറത്തു വരുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആഴമായി ചിന്തിച്ച കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, വിട്ടുപോകുന്നു. ആ ഔട്ടർമാൻ, നമ്മുടെ ഈ കാണുന്ന നമ്മുടെ പുറമേയുള്ള മനുഷ്യന് ഈ ലോകത്തിൽ അഡ്രസ്സുണ്ട്. ഒട്ടനവധി അവകാശങ്ങളും ആധാർ കാർഡുകളും റൈറ്റ്സും ഒക്കെ നമുക്കുള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നർമാന്, വീണ്ടും ജനിക്കപ്പെട്ട ഇന്നർമാന് ദൈവരാജ്യത്തിനകത്തുള്ളത്. എൻ്റെ ഈ മനുഷ്യന്, എൻ്റെ പുറമെയുള്ള മനുഷ്യൻ, ഞാൻ ഈ കാണുന്ന ഗോപിയുടെ മകനായ ഡിനിൽ കുമാർ എന്ന് പറയുന്ന എൻ്റെ ഔട്ടർമാന്, അവൻ ഈ ലോകത്തിൽ ഒട്ടനവധി അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. അല്ലേ? നമ്മൾ എത്ര പറഞ്ഞാൽ നമുക്ക് അവകാശമുള്ളതാണത്. നമുക്ക് അവകാശം ചോദിച്ചു വാങ്ങാം അവിടെ ഈ ലോകത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ അകത്തു ജനിച്ച ഇന്നർമാന്. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. ഞാൻ വിട്ടു ഓടിപ്പോവുക. അകത്ത് ജനിച്ച ഇന്നർമാന് അതുപോലെ ദൈവരാജ്യത്തിനകത്ത് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? ഈ പറഞ്ഞ എന്തൊക്കെ അവകാശം? അച്ഛൻ്റെ, നമ്മുടെ പിതാവിൻ്റെ നേച്ചർ അല്ലേ, ഒരുപാട് പഠിച്ചതാ. ഇവിടുത്തെ അവകാശങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച പുതു മനുഷ്യന് ഇതെല്ലാം ഉണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ച് ഉണ്ടാക്കുന്ന സ്വഭാവം അല്ലതൊന്നും. നമ്മളിവിടെ ശ്രമിക്കുക, ഇവിടെ കർത്താവിനെ പോലെ ആവാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ആകത്തൊന്നുമില്ല. കർത്താവിനെ പോലെ ആകാൻ ശ്രമിച്ച് എങ്ങനെ ആകാനാ നമ്മളൊക്കെ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഈ മനുഷ്യനുണ്ടല്ലോ, ഇവന് ആരും പഠിപ്പിച്ചതല്ല. അവൻ ജനിച്ചപ്പോൾ തന്നെ കള്ളനായിട്ടാണ് ജനിച്ച് ഭൂമിയിലേക്ക് വന്നത്. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവൻ അനേക സൂത്രങ്ങൾ തേടി പോയെന്ന് സഭാപ്രസംഗി 7:29 പറയുമ്പോൾ, ഇവൻ ജന്മനാ അന്ധനും കുരുടനും പറഞ്ഞതുപോലെ ഇവൻ ജന്മനാ പാപത്തിൽ ഉരുവായതാവൻ. അവന്റെ സ്വഭാവം കാണിക്കും. അങ്ങനെ അല്ലേ സഹോദരങ്ങളെ? നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ച് കക്കാൻ നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചോ? ആരും കള്ളന്മാരില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു അല്ലേ? നുണ പറയാൻ നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചോ? പിന്നെ എങ്ങനെ പഠിച്ചതൊക്കെ ദിവസം അറിഞ്ഞോ അറിയാതൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഇപ്പോഴും. ഇത് ജന്മനാ അന്ധനും കുരുടെന്ന് പറഞ്ഞ പോലെ ജന്മനാ ഉള്ളതാണത്. ബർത്തിൽ സംഭവിക്കുന്നതാ, ജനനത്തിൽ സംഭവിക്കുന്നതാണത്. അത് തന്നെ ഇത് വെളിപ്പാട് വെച്ചുകൊണ്ട് വേണം എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യൻ. അവൻ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല അല്ലേ? ചുണ്ടത്ത് ചിരിയൊക്കെ പിടിപ്പിച്ച് അല്ലേ പ്രീസ് ലോഡ് എന്നൊക്കെ പറയുന്ന പരിപാടി അല്ലേ ഇത്. അകത്തെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം അറിയാതെ എൻ്റെ ജീവിതത്തിൽ പൊങ്ങി വരുന്നതാ. ആരുടെ സ്വഭാവം? ജനിപ്പിച്ചവന്റെ സ്വഭാവം. ഇത് ആരുടെ സ്വഭാവ? അപ്പനാൽ കിട്ടിയ, പാരമ്പര്യമായി കിട്ടിയ ആദർശങ്ങളും സ്വഭാവങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുക അറിയാതെ വെളിപ്പെട്ട് വരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, അവൻ്റെ രാജ്യവും നീതിയും നമ്മൾ പഠിക്കുമ്പോൾ, സത്യം അറിയുമ്പോൾ, സത്യം നമ്മളെ സ്വതന്ത്രമാക്കുമ്പോൾ അകത്തെ മനുഷ്യൻ പുറത്തേക്ക് വരികയാണ്. അവന്റെ സ്വഭാവമാണ് നമ്മൾ അറിയാതെ ലോകത്തിലേക്ക് വെളിപ്പെട്ട് വരുന്നത്. അവനാണ് സാക്ഷാൽ ദൈവപുത്രൻ. മനസ്സായോ? അവനാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഗ്രഹിച്ചല്ലോ അല്ലെ? മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ട് കുറിവാക്യങ്ങൾ പഠിച്ചായിരുന്നു. യോഹന്നാൻ 3:3 വരെ നിക്കോദോമസിനോട് പറയുന്ന കാര്യമാ ദൈവരാജ്യം. 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ദൈവരാജ്യം കാണാൻ കഴിയും. അടുത്തത് ഇതിലില്ലാത്ത ലേഖനങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന ഇത് അവകാശമാക്കും ജയിക്കുന്നവൻ. ഇത് അവകാശമാക്കും. അപ്പൊ ദൈവരാജ്യം കാണാൻ കഴിയും, ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയും. ലേഖനങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് ദൈവരാജ്യം നമ്മൾ അവകാശമാക്കിയെടുക്കുകയാണ്.
അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആഴമായി പിന്നീട് ചിന്തിക്കും. അപ്പോൾ ദൈവരാജ്യം കാണുവാൻ കഴിയും. എങ്ങനെയാ? ആമേനാമേ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. അപ്പോൾ പുതുതായി ജനിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ, ദൈവരാജ്യത്തിന് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മകളും, അല്ലേ, എന്തൊക്കെ പറയുക, സംരക്ഷണങ്ങളും കാവലും കരുതലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർ അനുഭവിക്കുന്നത്. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ നമുക്കൊരു കാര്യം കൂടി സംഭവിക്കും. എങ്ങനെയാ? ദൈവരാജ്യത്തെ കടന്നിട്ട് അപ്പൻ ഭരിക്കുന്ന ഏകരാജാവായിരിക്കുന്ന ദൈവം ഭരിക്കുന്ന ആ ദൈവരാജ്യത്തിനകത്ത് കടന്നിട്ട് അവിടുത്തെ സകല നന്മകളൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. സംരക്ഷണങ്ങളും, അല്ലെ, ശക്തിയും, എന്താ പറയുക, സകലതും നമുക്ക് ആഴമായി പഠിച്ചതാ. ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും. വ്യത്യസ്തമായ നിലകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ് ആത്മാവിൽ ജനിക്കുക. വെള്ളത്താൽ മാത്രമല്ല, ആത്മാവിനാലും ജനിക്കുക എന്നുള്ള കാര്യം, അല്ലേ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി, അവർ ചെങ്കടലിൽ സ്നാനപ്പെട്ടു എങ്കിൽ പോലും പിന്നീട് അവർ, എന്താ പറയുക, ഈ മരുഭൂമിയിൽ വന്നപ്പോഴാണ് മേഘത്തിൻ കീഴിൽ ദൈവം അവരെ നടത്തുകയും അത് ആത്മസ്നാനത്തിന് മുൻകുറി എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആത്മസ്നാനം വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാ, കഴിഞ്ഞ ദിവസം പഠിച്ചതാ, നമ്മളെ ആഗോളമായ മാർമികമായ സഭ, ഈ കാണുന്ന സഭയല്ല, ലോക്കൽ ചർച്ചിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്രാദേശിക സഭകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വെള്ളത്താൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പ്രാദേശികമായ ലോക്കൽ ചർച്ചിൽ നമ്മൾ അംഗമാക്കും. ഞാൻ സഭയെക്കുറിച്ച് ക്ലാസ് എടുത്തതല്ല, നമ്മൾ അംഗമാക്കും. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വരാൻ പോകുന്ന മാർമികമായ സഭയിൽ അംഗമാകണമെങ്കിൽ നാം ആത്മാവിനാലുള്ള സ്നാനം പ്രാപിച്ചിരിക്കണം. പഠിച്ചത് ഓർമ്മയുണ്ടോ? അല്പമായിട്ട്, ഒരുപാടൊന്നും പഠിച്ചില്ല, നമ്മൾ അല്പമായി ചിന്തിച്ചായിരുന്നു, അല്ലേ. അപ്പൊ അതുകൊണ്ട് ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഇല്ലെങ്കിൽ എത്രയും വേഗം ചോദിക്കണം, നമ്മൾ അവിശ്വാസത്താൽ പ്രാപിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. സംശയങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുകൂടി ജസ്റ്റ് റിവൈസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവരാജ്യം കാണാൻ കഴിയും, കടക്കാൻ കഴിയും, അത് അവകാശമാക്കുക എന്നുള്ള ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്, ഈ യുഗത്തിൽ വെറുതെ പാട്ടും പാടിപ്പോയതുകൊണ്ട് കാര്യമല്ല, അവകാശമാക്കേണ്ടത് നമുക്കുണ്ട്. അത് ദൈവരാജ്യം തന്നെയാണ്. ഹല്ലേലൂയ. അതെന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ പഠിക്കും. നമ്മളതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞ കാര്യമാണ്, ഞാൻ വിട്ടുപോകുന്നു. അതുകൊണ്ടാണ് ഈ 12 കാളകളുടെ പുറത്തു വെച്ചിരിക്കുന്ന താമ്രത്തൊട്ടി സമാഗമന കൂടാരത്തിന്റെ യാഗപീഠം കഴിഞ്ഞ് 1-ാം കൂടാരത്തിനകത്ത് കടക്കുന്ന തൊട്ട് മുമ്പായിട്ട് വെച്ചിരിക്കുന്ന താമ്രത്തൊട്ടി, അല്ലേ, അത് എന്തുകൊണ്ടുണ്ടാക്കിയെന്നും സ്ത്രീകളുടെ ദർപ്പണം കൊണ്ടുണ്ടാക്കിയെന്നൊക്കെ എന്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതെന്ന് നമ്മൾ 12 കാളകളുടെ പുറത്തിരിക്കുന്ന താമ്രത്തൊട്ടിയിൽ വേണം, സ്നാനപ്പെട്ടിട്ട് വേണം അന്തർഭാഗം, അകത്തെ ഭാഗത്തേക്ക് കടക്കുവാണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കണ്ടായിരുന്നു. ഈ 12 കാളകൾ, 3 കാളകൾ വടക്കോട്ട്, 3 കാളകൾ തെക്കോട്ട്, 3 കാളകൾ പടിഞ്ഞോട്ട്, 3 കാളകൾ കിഴക്കോട്ടായിരിക്കുന്ന അതിൻ്റെ മുകളിലാണ് ഈ താമ്രത്തൊട്ടി വെച്ചിരിക്കുന്നത്. അതിലാ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത്, അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കാളകളെല്ലാം ഈ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ കാണിക്കുന്നു. പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ 12 അപ്പോസ്തല ഉപദേശമാണ് അപ്പോസ്തലിക ഉപദേശം, സഭക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉപദേശം. റോമർക്ക് ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വരെ നീണ്ടുകിടക്കുന്ന ലേഖനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സഭക്ക് കൊടുത്തിരിക്കുന്ന ലേഖനങ്ങൾ. മറന്നു പോകരുത്. 12 അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കർത്താവ് പറഞ്ഞത് വിശുദ്ധമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അപ്പോസ്തലന്മാർ വിശുദ്ധമായി പഠിപ്പിച്ചിരിക്കുക. അതിന് 7 തൂണുകളുണ്ടെന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കും. 7 തൂണുകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു ഭവനം പണിതു, അതിന് 7 തൂണുകൾ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ പിന്നീട് ആഴമായി പഠിക്കും സഭയെക്കുറിച്ചൊക്കെ. ഞാൻ വിട്ടുപോകുന്നു. ഓക്കെ, കണ്ടപ്പോൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. 1 കൊരിന്ത്യർ പഠിച്ചു. അവർ മേഘത്തിൻ കീഴിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന്. മോശ ആരുടെ നിഴലാ? യോശുവയോട് കൈപിടിച്ചുകൊണ്ട് അവർ കനാൻദേശം അവകാശമാക്കിയല്ലേ. മോശ മരിച്ചുപോയി, യോശുവയാണ് അവർക്ക് കനാൻദേശം അവകാശമാക്കി കൊടുത്തത്. യോശുവ ആരുടെ നിഴലാ? പരിശുദ്ധാത്മാവിന്, അല്ലേ. നമ്മളിന്ന് പരിശുദ്ധാത്മാവിന്റെ കരം പിടിച്ചുകൊണ്ട് ആ കനാൻദേശം അവകാശമാക്കുക. ഏതാ നമ്മുടെ കനാൻദേശം? പറ, അല്ലേ. ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നത് ഏതാ കനാൻദേശം? പേടിക്കുന്നത് വേണ്ട, നമ്മൾ ആഴമായി നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കും. അവർ കനാൻദേശം അവകാശമാക്കി, ഭൂമിയിലെ കനാൻദേശം, അല്ലേ. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യോശുവയോട് ചേർന്ന് വെട്ടിപ്പിടിച്ച് അവകാശമാക്കി. നമുക്കുമുണ്ട് ഒരു വെട്ടിപ്പിടിക്കല്. സ്വർഗമല്ല നമ്മുടെ കനാൻദേശം. ഹല്ലേലൂയ. സ്വർഗത്തിൽ 7 മല്ലന്മാരായ ജാതികളൊന്നുമില്ല, സ്വർഗം നിർമ്മലമാണ്. അങ്ങനെയെങ്കിൽ ജാതികൾ 7 മല്ലന്മാരായ ജാതികൾ കേറിക്കിടക്കുന്ന ആ കനാൻദേശം മറ്റൊന്നുമല്ല. അത് അങ്ങോട്ട് നീട്ടണ്ട, അത് ഇങ്ങോട്ട് നീട്ടിയാൽ മതി.
കുശുമ്പ്, കുഞ്ഞായ്മ, വെറിക്കൂത്ത്, സകല മോഹങ്ങളൊക്കെ കിടക്കുന്ന ആ ദേഹിക്കകത്ത് ഇതിലൊക്കെ പിടിച്ചടക്കി ദൈവരാജ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നമ്മുടെ അൾട്ടിമേറ്റ് പദ്ധതി എന്ന് പറയും നമ്മളെ കുറിച്ചുള്ള. ഗ്രഹിച്ചോ? വേണ്ടേ? അതുകൊണ്ടാണ് ലോകമോഹങ്ങളും ജഡയിച്ചകളൊക്കെ നമ്മൾ പിടിക്കാൻ വേണ്ടി ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ ആഴമായി നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിട്ടുപോകുന്നു. അപ്പം അവരും മേഘത്തിനും കീഴിലും സമുദ്രത്തിലും സ്നാനമിട്ട് മോശയോട് ചേർന്നതുപോലെ തന്നെയാണ് നമുക്കുമുണ്ട്. സ്നാനമുണ്ട്, വാട്ടർ ബാപ്റ്റിസം ഇൻ വാട്ടർ, ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളും കഴിഞ്ഞ ആൾക്കാരെ കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഞാൻ വിട്ടുപോകുന്നു. നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതിയെക്കുറിച്ച് അല്പമായി ചിന്തിച്ചു, ടാബർനാക്കളെക്കുറിച്ച് അല്പമായി ചിന്തിച്ചു. ഓക്കെ, ഞാൻ വിട്ടുപോകുന്നു. അവർ മേഘത്തിൻ കീഴിൽ, അവർ ഇസ്രായേൽ മക്കൾ 40 വർഷം മേഘത്തിന് കീഴിലായിരുന്നു. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് നിഴല. നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ആരാന്ന്? പരിശുദ്ധാത്മാവ് തന്നെയല്ലേ? ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞ കാര്യമാണ്. വിട്ടുപോകുന്നു. ആരൊക്കെ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആരെല്ലാം ദൈവരാജ്യം അവകാശമാക്കില്ല? ആരാ? ജാതികളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, സഭക്കകത്ത് അല്ലേ? സഭക്കകത്താണ് ഞാൻ പറയുന്നത്, ജാതികളൊന്നും അല്ല, വിട്ടേക്കതൊക്കെ. സഭക്കകത്ത് ദൈവരാജ്യം അവകാശമാക്കുന്ന വലിയ കൂട്ടം ജനങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ദൈവരാജ്യം അവകാശമാക്കാതെ, കാരണം ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. റോമറിലെ 8-13-14 വാക്യം പഠിക്കുമ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. ഗലാത്യ ലേഖനം സെയിം വാക്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തിൽ പിന്നീട് പഠിക്കും. ടെസ്റ്റ് ഏത് തലമുറകളിലും ദൈവം ആദം മുതലുള്ള അല്ലേ, ഏതൻ പീരീഡ് മുതലുള്ള മനസാക്ഷിയുഗം, ന്യായപ്രമാണയുഗം, ഇന്നത്തെ കൃപായുഗം, ഇനി വരാൻ കിടക്കുന്ന 3 വർഷ പീഡനകാലം, അതിനുശേഷം വരുന്ന ഒക്കെ എല്ലാം 1000 ആണ്ട് വരെ നീണ്ടു കിടക്കുന്ന മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെല്ലാം, അതെല്ലാം ടെസ്റ്റിലൂടെ ദൈവം നമ്മെ തരികയാണ്. നമുക്കിന്ന് ടെസ്റ്റ് ഉണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലം അല്ലേ, നന്മതിന്മയുടെ ഫലം അവിടെ വെച്ചു. നമ്മുടെ മുമ്പിൽ ടെസ്റ്റ് ഉണ്ട്. ജഡവും മറന്നുപോകരുത്, ജഡവും ആത്മാവും നമുക്ക് വേണ്ടി ടെസ്റ്റ്. ജഡത്തെ കൊല്ലുന്നു കളയാതെ ദൈവം ഇന്ന് നമ്മുടെ അകത്ത് വെച്ചിരിക്കാൻ കാരണം എന്നറിയാമോ? നാം ഏതിനെ അനുസരിച്ച് ജീവിക്കുമെന്ന് സ്വർഗ്ഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാപം നമ്മുടെ അകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, പാപമേ ഉള്ളൂ നമുക്ക്. പക്ഷേ അതിനൊക്കെ ജയിക്കണമെങ്കിൽ ഈ സത്യങ്ങൾ മാത്രമേ നമ്മൾ ജയിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ജഡം നമ്മളെ വിഴുങ്ങിക്കളയും. വലിയ സത്വമാണ് ജഡം അല്ലേ? പഠിച്ച ഓർമ്മയുടെ അല്പമായിട്ട് ജഡം നമ്മെ വിഴുങ്ങാനിടയുണ്ട്. അങ്ങനെ ജഡത്തെ അനുസരിച്ച് കംപ്ലീറ്റ് നാം പോയി കഴിയുമ്പോഴാണ് കർത്താവ് നമ്മെ കൈവിട്ട് കളയുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1, 2, 3, 4, 5 വാക്യം പഠിക്കുമ്പോൾ ദൈവം തന്നെ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കൊന്നുകളഞ്ഞു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ ദൈവം തന്നെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്ത ദൈവജനത്തെ ദൈവം തന്നെ തള്ളിയിട്ട് കൊന്ന് നരകത്തിലേക്ക് കളഞ്ഞെന്നാണ് പറഞ്ഞു വരുന്നത്. എത്ര ഭയാനകമാണല്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? ജഡത്തെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ട്. അതുകൊണ്ട് ജഡത്തെ ഒടുക്കണമെങ്കിൽ, തകർക്കണമെങ്കിൽ യോശുവോട് ചേർന്നിട്ട് വേണം നമുക്ക്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് ചേർന്ന് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ പഴയ നിയമത്തിൽ ഇതായിട്ട് നമ്മൾ ആഴമായി പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കും. നമുക്ക് എങ്ങനെയാണ് ഈ ബർത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആഴമായി പഠിച്ചതാ. ഞാൻ വിട്ടുപോകുന്നു. ലാസ്റ്റ് പഠിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പരിശുദ്ധാത്മാവും വചനവും തമ്മിൽ ചെന്ന് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? സ്പിരിച്വൽ ബർത്ത്, വീണ്ടും ജനനം സംഭവിക്കുക എൻ്റെ അകത്ത്. ആണോ? നമ്മൾ പണ്ട് പഠിച്ചതുകൊണ്ടത് നേരത്തെ പഠിച്ചില്ലേ? ഒരു പുരുഷന്റെ ബീജവും ഒരു സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ ചേർന്ന് വിവാഹത്തിന് ശേഷം അവർ കൂടിച്ചേരുമ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞുണ്ടാകുന്നത് പോലെ തന്നെ സ്പിരിച്വൽ ബർത്തിന് 2 കമ്പോണന്റ് ഉണ്ട്. എന്തൊക്കെയാ? 1 വചനം, 2 പരിശുദ്ധാത്മാവ്. ഇത് നമ്മൾ എൻ്റെ ഹൃദയം പഠിക്കാം. പിന്നെ പഠിച്ച് പഠിച്ചു തുടങ്ങിയതാ. എൻ്റെ അകത്ത് വന്ന് വീഴുമ്പോൾ എൻ്റെ അകത്ത് സ്പിരിച്വൽ ബർത്ത് സംഭവിക്കുക. മറ്റേത് നശിക്കുന്ന അല്ലേ, ജഡത്തിന്റെ ബർത്താണ് മറ്റേത് അല്ലേ? പക്ഷെ ഇതല്ല, ഒരിക്കലും അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ വചനത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. വെളിപ്പാട് 19-ാം അധ്യായം 13-ാം വാക്യം പറയുന്നുണ്ട്, അവന്റെ പേര് ദൈവവചനം എന്നാകുന്നു. ഉൽപ്പത്തി മുതൽ വചനത്തിന്, പിന്നെ നമ്മൾ വചനത്തെക്കുറിച്ച് 40-45 മണിക്കൂർ വരുന്ന ക്ലാസ് ഉണ്ട്. വചനത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ പാറയെ പിളക്കുന്ന ചിട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം നമ്മുടെ യഥാർത്ഥമായി ജനിച്ച നമ്മുടെ അകത്തെ മനുഷ്യന്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ല. എന്തിനാ ഇത്രമാത്രം വചനത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്? ക്രിസ്തുവിനുമായി ഒരു എന്താ പറയുക, ഒരു രൂപത്തിൽ ഒരു ജുബ്ബ എടുത്ത ആളൊന്നും അല്ല അല്ലേ? വചനമായിരുന്നു. അതിൽ 1 യോഹന്നാൻ 1:1
വെളിപ്പാട് 19:13 പറയുന്നു, അവന്റെ പേരോ ദൈവവചനമെന്നാകുന്നു. എത്രമാത്രം പ്രാധാന്യം ദൈവവചനത്തിൽ കൊടുക്കുന്നത്. സങ്കീർത്തനം 119 സങ്കീർത്തനം പഠിച്ചാൽ 1000 82 വാക്യം, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ യഹോവേ നിന്റെ ഒരു ന്യായപ്രമാണം, ഒരു വചനം എത്ര വലിപ്പമാ. 1000 ടൺ കണക്കിന് ലോറിയിൽ കൊടുന്ന് സ്വർണവും വെള്ളി ഇറക്കിയാലും കർത്താവിന്റെ ഒരു പ്രമാണത്തിന് മുമ്പിൽ നിൽക്കത്തില്ലെന്ന്. അതിനൊക്കെ ഇത്രമാത്രം വചനത്തിന് പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടാ? അതേ വചനത്താല ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചിരിക്കണം. നശിക്കാത്ത സാക്ഷാൽ ദൈവം നിത്യനാണോ? അങ്ങനെയെങ്കിൽ ആ വചനം നിത്യന. അതേ വചനത്താലാണ് ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഇത്രയെങ്കിലും മനസ്സിലായോ? അത്ര വലിപ്പമുണ്ട് എന്റെയും നിങ്ങളുടെയും അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യന്. ഇതറിയാതെ നമ്മൾ അവിടെയും പോയി ഇവിടെയും പോയി നടക്കുമ്പോൾ, അല്ലേ, വേർതിരിക്കപ്പെട്ട ജാതി എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട ജാതിയാ നമ്മള്. ജാതികൾ കാണിച്ചത് കൂട്ടുന്നത് പോലെ പോയി അവരുടെ കൂടി ഇവിടെ കൂടി നടക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്, വേർപെട്ട് ജീവിക്കുവാൻ. പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വിട്ടുപോകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവും വചനവും തമ്മിൽ ചേർന്നപ്പോൾ എൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു? സ്പിരിച്വൽ ഒരു ആത്മീയ ജനനം സംഭവിച്ചു. അവൻ പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്. അതുകൊണ്ട് ഒരിക്കലും മരണമില്ല അവന്. ഈ 1 യോഹന്ന ലേഖനം 3-ാം വാക്യം പറയുന്നു, ദൈവത്തിന് ജനിച്ചവൻ ഒരു നാളും പാപം ചെയ്യുന്നില്ല. അല്ലേ? ISV ഒരു ബ്രദൻകാർ ബൈബിളുണ്ട്, ഒരു വാക്യം വിട്ടുപോയി. അതിൽ പറയുന്നു പാപത്തിൽ തുടരുന്നില്ല എന്ന. NIV അവർ പാപത്തിൽ തുടരുന്നില്ല. ഇത് രണ്ടും അത്ര വലിയ ആഴത്തിലേക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ അതല്ല ഇതിന്റെ അർത്ഥം, അതല്ല. ഈ രണ്ട് ബൈബിളിലും വ്യത്യാസങ്ങളുണ്ട്. ഇതല്ല അതിനർത്ഥം. പാപത്തിൽ തുടരണമെങ്കിൽ അവന്റെ ജനനം ഈ ജനനമായിരിക്കണം. ഞാൻ പറഞ്ഞു, ഗ്രഹിച്ചോ നിങ്ങള്? പാപത്തിൽ തുടരുന്നില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവന് പാപത്തിൽ തുടരാമെന്നാണ്. ബൈബിൾ അവരുടെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ അത് തെറ്റായ വാക്യമാണ്. യേശുവിന് പാപം ചെയ്യാൻ കഴിയുമോ? ഇല്ല. അവന് പാവം എന്താന്ന് പോലും അറിയത്തില്ല. അത് ജനനത്തിന്റെ എന്താ പറയാ വ്യാപ്തിയാണത്. അത് തന്നെയാ എന്റെയും നിങ്ങളുടെയും അകത്ത് സംഭവിച്ചിരിക്കുന്ന ജനനം. സാക്ഷാൽ ദൈവത്താൽ സംഭവിച്ചെങ്കിൽ അതിന് പാപം ചെയ്യാൻ കഴിയത്തില്ല, അറിയത്തില്ല. കുശുമ്പോ കുന്നായ്മ അറിയില്ല അവന്. തുടരില്ല എന്ന് പറഞ്ഞാൽ വാക്ക് തെറ്റാണത്. അതുകൊണ്ട് ദൈവത്തിന് ജനിച്ചവൻ ഒരു നാളും പാപം ചെയ്യുന്നില്ല. അവന്റെ ബർത്തിന്റെ ഗുണമാണ്. നമുക്ക് തോന്നുന്നു നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ നോക്കുമ്പോൾ ആ മിസ്റ്റേക്ക് ഇവനിട്ട് നോക്കിയാൽ നമ്മൾ പാപം ചെയ്യാൻ, നമ്മൾ ഇന്നും പാപം ചെയ്തല്ലോ, ഇപ്പോഴും അന്നവഴി പാപം ചെയ്തല്ലോ, ഇപ്പൊ റോട്ടിൽ കൂടി വന്നപ്പോൾ അപ്പുറത്തെ വണ്ടിക്കാരൻ ചീത്ത വിളിച്ചല്ലോ. നമ്മൾ ആരെയാ നോക്കുന്നറിയാമോ? നമ്മൾ ഇവനെയാ ഫോക്കസ് ചെയ്യുന്നത്. ഇവനല്ല യഥാർത്ഥമായി ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഇവൻ മണ്ണാങ്കട്ടയാ, വെറും മണ്ണാങ്കട്ട. ഗുണമുണ്ട്, ഇതിനെ കുറിച്ചൊക്കെ പിന്നീട് പഠിക്കും. പക്ഷെ അകത്തെ മനുഷ്യൻ ഇവനാ ദൈവരാജ്യം അവകാശമാക്കുന്നത്. അവനെ അറിഞ്ഞു കഴിയുമ്പോഴാണ്, അവനെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചിരിച്ചു കാണിച്ചുകൊണ്ടൊക്കെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും നമ്മുടെ ജനനത്തിന്റെ യഥാർത്ഥമായ അപ്പന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെട്ടു വരാൻ കഴിയത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് കാണാൻ പഠിച്ചതാണ്. 1 പത്രോസ് ലേഖനത്തിലേക്ക്, കെടുന്ന ബീജത്താലല്ല കെടാത്ത. കെടുന്ന ബീജത്താൽ ജനനമായി ഈ കാണുന്ന മുഴുവനും പുറമേ, അല്ലേ? ആധാർ കാർഡിൽ കാണുന്ന ജനനം മുഴുവനും കെടുന്ന ബീജമാണ്. നമ്മുടെ അകത്തെ വീണ്ടും ജനിച്ച ആ പുതുമനുഷ്യൻ കെടാത്ത ബീജമാണ്, ദൈവത്തിന്റെ ബീജമാണ്, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു. അത് വചനത്താലാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ ചിന്തിച്ചതാ. രക്ഷയോടുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു കാര്യം കണ്ടു നമ്മൾ. എഫെസ്യ ലേഖനം 1:2-8 വാക്യല്ലേ? എങ്ങനെയാ? കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. കൃപയാലല്ലോ വിശ്വാസമൂലം. കൃപയും വിശ്വാസവും, അല്ലേ? അപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാ കൃപയും ഗ്രേസും ഫെയ്ത്ത്, അല്ലേ? കൃപയും ദൈവം നമുക്ക് കൃപ നൽകുന്നു, വിശ്വാസം നമ്മളിൽ നിന്ന് വരുന്നു, അങ്ങനെ നമ്മുടെ അകത്ത് രക്ഷ സംഭവിക്കുന്ന, അല്ലേ? നമുക്ക് പൊതുവെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലായത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല എന്ന് നമ്മൾ കണ്ടായിരുന്നു. എങ്ങനെയാ? കൃപ ദൈവം തരികയോടൊപ്പം തന്നെ വിശ്വാസവും ദൈവം നമുക്ക് വിശ്വാസം തരികയാ. പഠിച്ച ഓർമ്മയുണ്ടോ? എന്റെ വിശ്വാസമല്ലത്. എന്റെ വിശ്വാസം എന്തെങ്കിലും കഷ്ടം വന്നാൽ നേരെ ഇട്ടേച്ച് പോയി കളയും ഞാൻ. എന്റെ വിശ്വാസമാണെങ്കിൽ ഇത് ദൈവം നമുക്ക് ദാനമായി നൽകിയ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് അന്ത്യത്തോളം നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിനെക്കുറിച്ച്, ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ ആഴമായി ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കുവാന്. ആ വിശ്വാസം, അപ്പോസ്തലന്മാരുടെ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, പിന്നെന്തൊക്കെയാ ഒരു വാക്കുണ്ടല്ലോ,
അപ്പോസ്തലന്മാരുടെ വിശ്വാസം, വിശ്വാസം, ഒരു വിശ്വാസമുണ്ട്. എന്തുവാകട്ടെ, ഈ വിശ്വാസമൊക്കെ അതുകൊണ്ട് എൻ്റെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നൊക്കെ പറയുമ്പോൾ അത് ആ വിശ്വാസം കൊണ്ട് വിശ്വാസ പ്രമാണത്തെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഓക്കെ, അതേക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കാം. അതുകൊണ്ട് കൃപയും വിശ്വാസം തമ്മിൽ ചേരുമ്പോൾ സാൽവേഷൻ സംഭവിക്കുന്നു. ഈ വിശ്വാസം ദൈവം നമുക്ക് ദാനമായി നൽകിയതാ. പക്ഷേ ഈ ആയുസ്സിൽ ഈ ദൈവം നമുക്ക് തരുന്ന ഈ ആയുസ്സിൽ ഈ വിശ്വാസം എൻ്റെ വിശ്വാസമായി പരിണമിക്കുക. ഹല്ലേലൂയ. പണ്ട് കർത്താവ് എന്ന വിശ്വാസം ഞാൻ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് വചനം പഠിച്ച് നമ്മൾ മുന്നോട്ട് പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് മുന്നേറാൻ തുടങ്ങുമ്പോൾ പിന്നീട് നമുക്ക് കർത്താവ് അത്ഭുതം തന്നാലും കാണിച്ചാലും തന്നില്ലെങ്കിലും, അല്ലേ, നന്മ തന്നാലും തന്നില്ലെങ്കിലും ആ വിശ്വാസം എൻ്റെ വിശ്വാസമായി പരിണമിച്ചു കഴിഞ്ഞു. ഇനി കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും എനിക്ക് കർത്താവ് നന്മ തരേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും കണ്ടിട്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ബാല്യകാലവും, അല്ലേ, എന്താ പറയുക, ആ ബാല്യം, ശൈശവം, അല്ലെ, ബാല്യം എന്നൊക്കെ അതൊക്കെ കഴിഞ്ഞു പോയി. നമ്മളൊക്കെ കഴിഞ്ഞോ? ഇനി എന്ത് കൺഫർമേഷൻ വേണോ? എന്ത് വാക്കുകൾ ചോദിക്കാറുണ്ടല്ലോ, കൺഫർമേഷനൊക്കെ അല്ലെ വേണം നിങ്ങൾക്ക്? അത്ഭുതം വല്ലതും കാണണോ കർത്താവിനെ വിശ്വസിക്കാനായിട്ട്? ഒന്നുമില്ല. ആ ബാല്യകാലമൊക്കെ നമ്മുടെ കഴിഞ്ഞു പോയി. കാരണം അവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അവൻ്റെ പദ്ധതികളും പ്ലാനും പദ്ധതികളൊക്കെ എന്തൊക്കെയാണെന്ന് ഈ 7000 വർഷം മാത്രം അടങ്ങി ഈ ഭൂമിക്കകത്തിരിക്കുന്ന അവൻ്റെ പ്ലാനും പദ്ധതിക്ക് എത്രമാത്രം ആഴമുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് അപ്പൻ്റെ ഹിതം ചെയ്യുവാൻ മക്കൾ ഭൂമിയിൽ നിൽക്കുന്നത് പോലെ നമ്മൾ നിൽക്കുകയും മറ്റൊന്നും ഇനി തന്നാലും തന്നില്ലെങ്കിലും. അതുകൊണ്ട് മാലാഖി പുസ്തകം 3-ാം അധ്യായം അതിന് ലാസ്റ്റ് വാക്യം പറയുന്നത്, അന്ന് അപ്പൻ്റെ ഹിതം ചെയ്യുന്നവരെ അപ്പൻ മാനിക്കുന്നു, അന്ന് മാനിക്കുന്നു നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ വിട്ടു പോകുക. ഇത്ര പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ വിട്ടുപോകുന്നു. ആത്മാവിൽ ജനിച്ചവൻ്റെ സ്വഭാവം എന്താണെന്ന്, എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ കണ്ടതാണ്. അത് കാറ്റ് പോലെയാണെന്ന് സുവിശേഷത്തിൽ പഠിച്ചില്ലേ? 3-ാം അധ്യായത്തിൽ അത് കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു. പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു കാറ്റായി ജീവിക്കുന്ന ഒരു ജീവിതം അല്ലേ നമ്മളൊക്കെ, അല്ലേ? ആണോ? ഒരു ക്ലാസ് ഏകദേശം നമ്മൾ എടുത്തതാ. അപ്പം അതുകൊണ്ട് കാറ്റ് അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ അകത്ത് കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയണം. നമ്മളെ കാണുമ്പോൾ വളഞ്ഞ വഴി കൂടി പോയി കളയും, അല്ലേ? വേറെ വഴി കൂടി പോകും. അങ്ങനെയല്ല, നമ്മളെ കാണുവാൻ കൊതിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നമുക്കുണ്ടാകണം. അതാണ് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതങ്ങൾ. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. ഓക്കെ, നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാര്യങ്ങൾ പഠനം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. എവിടെയാണ് ബർത്ത് സംഭവിക്കുന്നത്, അല്ലേ? എവിടെയാണ് ജനനം? ഇത്ര നേരം പറഞ്ഞതൊക്കെ ജനിച്ചെന്നൊക്കെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയാ നമ്മൾ വീണ്ടും ജനിച്ചത്? അത് സമ്മതിച്ചു. അത് തന്നെ ഇവിടെ എവിടെയാ സംഭവിച്ചത്? ഓക്കെ, മറന്നു വിട്ടുപോയിട്ടില്ലല്ലേ? മനുഷ്യന്റെ പാപനിമിത്തം അവന്റെ ശരീരം ദ്രവത്വം സംഭവിച്ചു പോയി, അവന്റെ ദേഹി മലിനപ്പെട്ടു പോയി, ദുർഗുണങ്ങളായി നശിച്ചുപോയി, അവന്റെ ആത്മാവ് മരിച്ചുപോയി, വേർപെട്ടുപോയി ദൈവത്തിന്, അല്ലേ? ഇത് പാപനിമിത്തം സംഭവിച്ചു പോയ കാര്യമാണ്. എന്നാൽ ഇതേ പാപമയമായി ജീവിക്കുമ്പോൾ സമയത്ത് തന്നെ എൻ്റെ ആത്മാവിനെ അവൻ വീണ്ടും ജനിപ്പിക്കുന്നു. പഠിച്ച ഓർമ്മയുണ്ടോ? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം സ്വർഗത്തിൽ പോണ കാര്യമല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ വേർപെട്ടുപോയ ഉൽപ്പത്തിയിൽ ആദം ചെയ്ത പാപം നിമിത്തം അവൻ്റെ ആത്മാവ് മരിച്ചുപോയി, ഇല്ലെങ്കിൽ വേർപെട്ടുപോയി ദൈവത്തിൽ നിന്ന്. ആത്മാവായ ദൈവവുമായി സംസാരിക്കാൻ കഴിയാതെ വണ്ണം, കേൾക്കാൻ കഴിയാതെ വണ്ണം വേർപെട്ടുപോയി എൻ്റെ ആത്മാവിനെ, മരിച്ചുപോയ എൻ്റെ ആത്മാവിനെ രക്ഷിക്കപ്പെടുന്നത് മൂലം എൻ്റെ ആത്മാവിന് എന്ത് തരുന്നു? ദൈവജീവൻ ഇറങ്ങി വന്ന് എൻ്റെ ആത്മാവിനെ ദൈവമായിട്ട് സംസാരിക്കത്തക്കവണ്ണം ജനിപ്പിക്കുന്നു അകത്തല്ലേ? എൻ്റെ ആത്മാവിന് എന്ത് തരുന്നു? ജീവൻ തരുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷ ഭാഗം 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, കള്ളം വരുന്ന അറുപ്പാനും മുടിപ്പാനും മോഷിപ്പാനും അത്രേ ഞാൻ വന്നതോ ജീവൻ തരുവാൻ, അത് സമൃദ്ധിയിലേക്ക് വരുവാൻ, അല്ലേ? സമൃദ്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയാ നമുക്ക് സമൃദ്ധിയിലേക്ക് നമ്മൾ ആ ജീവൻ പ്രാപിക്കുന്നത്? എങ്ങനെയാ ജീവൻ പ്രാപിച്ചവരായിരിക്കുന്നത്, അല്ലേ? എങ്ങനെയാ സമൃദ്ധിയിലേക്ക് ആ ജീവൻ വരുന്നത്? ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ വന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ മാത്രമല്ല, ദേഹിയിലും ദേഹത്തും ദൈവജീവൻ, സ്വയേ ജീവൻ നിറഞ്ഞിരിക്കണം. എങ്ങനെയാ ആ ജീവൻ നിറയുന്നത്? എത്രയോ പ്രാവശ്യങ്ങൾ പണ്ട് പലയിടത്തുമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. എവിടുന്നാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്? യോഹന്നാന്റെ സുവിശേഷ ഭാഗം 6-ാം അധ്യായം 63-ാം വാക്യം പറയുന്നത്, എന്റെ വചനത്തിൽ ജീവനും ആത്മാവുമുണ്ട്.
എത്രത്തോളം വചനം വായിച്ച് ധ്യാനിക്കുന്നു അത്രത്തോളം ദൈവജീവൻ നമ്മൾ നിറയാൻ തുടങ്ങും. അതുകൊണ്ട് എൻ്റെ ആത്മാവിന് ജീവൻ പ്രാപിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ അകത്ത് സംഭവിക്കുക. അതാണ് വീണ്ടും ജനനം. അതെവിടെയാ സംഭവിച്ചത്? എൻ്റെ പാപം നിറഞ്ഞു കിടക്കുന്ന ദേഹി, പഴയ നമ്മൾ മനുഷ്യനെ കുറിച്ച് തൃത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോഴുള്ള ക്ലാസ്, എൻ്റെ ഈ ഹൃദയം തോളിന്റെ ജീവനൊഴുകുന്ന സദൃശ്യവാക്യം 4:23 എന്താ പറയുന്നത്? സദൃശ്യവാക്യം 4:23 എന്താ പറയുന്നത്? സകല ജാഗ്രതയും കൂടി നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക. ഏത് ഹൃദയമാണ്? ഇതാണോ? ഈ പിള്ളേർ കാണിക്കുന്നത് ഇതാണോ? അല്ല, അത് നമുക്കറിയാം. കമ്പിയെ കെട്ടി കമ്പിയൊക്കെ ഇങ്ങനെ ഇല്ലൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് അതിനകത്താണ് ഹൃദയം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അതിനിട്ട് കുത്തു കിട്ടിയ പിന്നെ നമ്മുടെ ജീവൻ പോകുമല്ലേ. അതുകൊണ്ട് വെൽഡ് ചെയ്ത് കമ്പിയൊക്കെ വെച്ച് പത്തവാരി എല്ലൊക്കെ വെച്ച് വെൽഡ് ചെയ്തിട്ടാ അതിനകത്ത് ദൈവം ഹൃദയത്തെ വെച്ചിരിക്കുന്നത്. കാരണം അതിൽ നാം രക്തം പമ്പ് ചെയ്തിട്ട് രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ലേവ്യ 7-ാം അധ്യായം 17-ാം അധ്യായത്തിൽ എൻ്റെ ബോഡിയുടെ നിലനിൽപ്പത ബയോസ് എന്ന് പറഞ്ഞ ജീവൻ, മറന്നുപോയെങ്കിൽ ഓർക്കാൻ വേണ്ടി അതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഹൃദയം എന്ന് പറയുന്ന വാക്കതല്ല. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കിടക്കുന്ന ഹൃദയം എന്ന് പറയുന്ന വാക്ക് ഈ ഹൃദയമല്ല, ദേഹിയുടെ ഹൃദയമാണ്. അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. കാരണം അതിൽ നിന്നാണ് ജീവന്റെ ഉറവ. രണ്ടും പുറപ്പെടും അല്ലേ? രണ്ടും പുറപ്പെടും നമ്മുടെ അകത്തുനിന്ന്. നന്മയും വരും തിന്മയും വരും. സൂക്ഷിച്ചു വേണം. അതുകൊണ്ട് നമ്മൾ ആഴമായി പഠിച്ചതാ. അതുകൊണ്ട് ആ തിന്മ നിറഞ്ഞ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ആ ഹൃദയം എന്താ? പാപത്തിൽ കിടക്കുമ്പോൾ നമ്മൾ പണ്ട് ജീവിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴും മോശമൊന്നുമില്ല അല്ലേ? നമ്മുടെ ദേഹിയുടെ ഹൃദയത്തിന് സെൻട്രൽ ഭാഗം അല്ലേ, പണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആ ഹൃദയം മുഴുവനും മലിനപ്പെട്ട് അശുദ്ധി നിറഞ്ഞ് ഉൽപ്പത്തിയിൽ ആദമിനെ പാമ്പ് കൊത്തിയപ്പോൾ ആ പാമ്പിന്റെ വിഷം മുഴുവൻ അതിനകത്ത് കിടക്കുകയായിരുന്നു അല്ലേ? കൊത്തുകിട്ടിയ ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്? വിഷം ഇപ്പൊ വിഷയാട്ടി വന്നിട്ട് ഈ വിഷം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അല്ലേ? വിഷം ഇറക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാ. ആ വിഷം നിറഞ്ഞ ഹൃദയമാണ് എൻ്റെയും നിങ്ങളുടെയും. അതിനകത്ത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടാലും അതിവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടിപിടി ഇല്ലേ, കുശുമ്പ് കുന്നായ്മയൊക്കെ അതുകൊണ്ടുള്ളതാ. ആ ഹൃദയത്തിനകത്ത് ദൈവാനുരൂപമായ ഒരു പുതിയ ഹൃദയത്തെ നമുക്ക് ദൈവം തരികയാണ്. പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ദൈവാനുരൂപമായ പുതിയ ഹൃദയം ദൈവം നമുക്ക് തരികയാണ്. അതാണ് യഥാർത്ഥത്തിൽ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നല്ലേ. ഉൽപ്പത്തി ദൈവം 2:7 പറഞ്ഞു, മണ്ണുകൊണ്ട് മനുഷ്യനുണ്ടാക്കി, പിന്നെ ശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹി. സത്യത്തിൽ മനുഷ്യനാരാ? ആത്മാവല്ല. ഇന്ന് പെന്തക്കോസ്തോളം മുഴുവൻ പഠിപ്പിക്കുന്നതും ക്രിസ്ത്യൻ കോളം മുഴുവൻ പഠിപ്പിക്കുന്നതും 99.9% ആൾക്കാർ പഠിപ്പിക്കുന്നതും മനുഷ്യൻ ആത്മാവാണെന്ന തെറ്റ്. മനുഷ്യൻ ദേഹിയ. ഹല്ലേലൂയ. ദേഹിയായ മനുഷ്യൻ ആ മനുഷ്യനെ പിടിക്കാൻ വേണ്ടിയാണ്, ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്താണ് ഒരു ദൈവാനുരൂപമായ പുതിയ ഹൃദയം ദൈവം നമുക്ക് തന്നത്. എസെക്കിയേൽ പ്രവാചകൻ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് അല്ലേ? പ്രവാചകന്മാർ, ഞാൻ കല്ലായ ഹൃദയം മാറ്റിയിട്ട് മാംസമായ ഹൃദയം തരും, നിങ്ങൾ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നടക്കുമാറാക്കുന്നൊക്കെ പറയുന്നത് ഏത് ഹൃദയത്തെക്കുറിച്ചാ? പുതിയ ഹൃദയം, ദൈവാനുരൂപമായ പുതിയ ഹൃദയം. എഫേസ്യർ 4:23 അല്ലേ? നീതിയും വിശുദ്ധിയും നിറഞ്ഞ ദൈവാനുരൂപമായ പുതിയ ഹൃദയം നിന്റെയും എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്നു കഴിഞ്ഞു. അതാണ് യഥാർത്ഥമായ നമ്മുടെ ദൈവപുത്രൻ എന്ന് പറയുന്നത്. ജനിച്ചിട്ടുണ്ടോ? അപ്പൊ തന്നെ മറു സൈഡ് മുഴുവനും ആ സാധനമായതാ ആദാമിന്റെ ഹൃദയം. പഴയ ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ, പഴയ ഹൃദയത്തിനകത്ത് ദൈവാനുരൂപമായ പുതിയ ഹൃദയം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് യഥാർത്ഥമായ ദൈവരാജ്യം അവകാശമാക്കാൻ പോകുന്നത്. അവൻ എന്നും ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കും. ഓർഡർ ദൈവരാജ്യത്തിന് കേൾക്കുന്നു, മനുഷ്യന്റെ ആത്മാവ് കേൾക്കുന്നു, മനുഷ്യന്റെ ആത്മാവിനെ മനുഷ്യൻ ഫോളോ ചെയ്യുകയാണ്. അവന്റെ ഹൃദയം അവൻ തന്നെ ആത്മാവിന് കീഴ്പ്പെട്ടു കൊടുക്കുക. ഇന്ന് നമ്മൾ ജാതികൾ ആത്മാവിന് കീഴ്പ്പെടത്തില്ല. അവർക്ക് ആത്മാവ് എന്താന്ന് പോലും അറിയത്തില്ല അവർക്കല്ലേ. അവരെ ഹൃദയത്തിനൊത്തവണ്ണം അവർ ജീവിക്കുക. എന്നാൽ ക്രിസ്തീയ ആ ഒരു ഓർഡർ, മനുഷ്യനെ ദൈവം അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചല്ലേ. സാദൃശ്യം, ദൈവം ത്രിയേകനായിരിക്കുന്ന പോലെ മനുഷ്യനും ആത്മാദേഹി ദേഹമുണ്ട്.
അതിന് ഓർഡറുമുണ്ട്. ആത്മാവിൽ നിന്ന് കേട്ട് ദേഹി, ദേഹിയിൽ നിന്ന് ശരീരം കേട്ട് ലോകത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കുക. അപ്പം എന്തുമാകട്ടെ, എൻ്റെ അകത്തൊരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലേ. മനുഷ്യൻ എന്തൊക്കെ വേണം? ഒരു മനുഷ്യനായി എന്തൊക്കെ വേണം? അവന് ആത്മാവ് വേണം. ദൈവാനുരൂപമാണ് ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേകനായിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യന് ആത്മാ, ദേഹി, ദേഹം വേണം അല്ലേ. ഇന്ന് നമ്മുടെ അകത്ത് രണ്ട് ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഒരു സോൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെ, ഒരു ഹൃദയം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. രണ്ട്, ആത്മാവിന് ജീവൻ വെച്ച് കഴിഞ്ഞു. ഇത് രണ്ടും അദൃശ്യമാണ്. ഒരു മനുഷ്യന്റെ ആത്മദേഹി ദേഹമായി മൂന്നായി മുറിച്ചു മാറ്റിയാൽ മനുഷ്യന്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ കാണത്തക്ക ലോകത്തിലുള്ളൂ. അതും വെറും മണ്ണാങ്കട്ടയാ. ഇതാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പറയുന്നതും സയൻസും ഡോക്ടർമാരും പറയുന്നത് ഇതാ മനുഷ്യന്ന്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത്, ബൈബിൾ മാത്രം പഠിപ്പിക്കുന്നത് ഇതല്ല. മനുഷ്യൻ അദൃശ്യനാണ്. മനുഷ്യന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അദൃശ്യമാണ്. നിങ്ങൾ എൻ്റെ കൂടെ എല്ലാവരും? മനുഷ്യന്റെ മൂന്ന് ഭാഗങ്ങളിൽ ശ്രേഷ്ഠമായ മരണമില്ലാത്ത മൂന്ന് ഭാഗങ്ങളിൽ രണ്ട് ഭാഗവും അദൃശ്യമാണ്. അവനാണ് മനുഷ്യൻ. ഇത് ദൃശ്യമായ മണ്ണമുള്ള പൊടി കൊണ്ട് എലമെന്റ്സ് അല്ലേ, 17 മേജർ എലമെന്റ്സ് കൊണ്ടുണ്ടാക്കിയ പൊടിയിൽ നിന്നുണ്ടാക്കിയ ഇവനെയാണ് മനുഷ്യൻ. സർക്കാരും സയൻസും പറയുന്നത് മനുഷ്യൻ. ഇതല്ല സത്യത്തിൽ ഇവനല്ല മനുഷ്യൻ എന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ അകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യനിൽ രണ്ട് ഭാഗം വന്നു കഴിഞ്ഞു. എന്തൊക്കെയാ? ആത്മാവിന് വീണ്ടും ജീവൻ വെച്ചു. ഒരു പുതിയ ഹൃദയം നമുക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ മനുഷ്യൻ പൂർണ്ണമായില്ലല്ലോ. മനുഷ്യന് ഒരു ശരീരം കൂടി വന്നാലേ ദൈവാനുരൂപമായി മാറത്തുള്ളൂ, സാദൃശ്യത്തിലായി മാറത്തുള്ളൂ അല്ലേ. ഉൽപ്പത്തി 1:26, 6, 27, 28 വാക്യം പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കണ്ടതാ, അവന്റെ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യപുത്രന്മാരെ സൃഷ്ടിക്കാം. എന്താ അവന്റെ സ്വരൂപം? അവന്റെ സ്വരൂപം എന്താ? എഫെസ്യർ 4:23, നീതിയും വിശുദ്ധിയും. അവന്റെ സാദൃശ്യം എന്താ? ദൈവം ത്രിയേകനായിരിക്കുന്ന പോലെ നമ്മളുമുണ്ട് ത്രിയേകത്വം അല്ലേ. ഓക്കെ, വിട്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉൽപ്പത്തിയിൽ നമ്മൾ സൃഷ്ടിപ്പിൽ നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മുടെ ശരീരത്തിന് മരണമില്ല. ദേഹി എന്താ പറയുക, നേരുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട ദേഹിയായിരുന്നു. ആത്മാവ് ലൈവായിരുന്നു, ദൈവമായിട്ട് ലൈവായിരുന്നു. എന്നാൽ പാപം നിമിത്തം അങ്ങനെ സംഭവിച്ചു പോയി. ആത്മാവ് മരിച്ചുപോയി. ദേഹിയിൽ മുഴുവൻ അശുദ്ധിയും കയറി വീണു. ശരീരം ദ്രവത്വം സംഭവിക്കാൻ തുടങ്ങി. എന്നാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ എൻ്റെ ദേഹിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അല്ല, മാറ്റമുണ്ടോ? ഇല്ല, മാറ്റമൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ല. നമ്മളെ ദേഹേ ഒന്ന് കുത്തിയാൽ അറിയാം. ചത്തോന്ന് നമ്മൾ ഒന്ന് കുത്തി നോക്കി അറിയാം. നമ്മള് ക്യാമ്പിന് പോയപ്പോ കണ്ടതാണല്ലോ അല്ലേ. അപ്പൊ നമ്മുടെ ദേഹിക്കൊരു മാറ്റമില്ല, പഴയത് അവിടെ തന്നെ കിടക്കുക. എന്നാൽ അതിനകത്തൊരു ദൈവാനുരൂപമായ ഹൃദയം വന്നു കഴിഞ്ഞു. അതുള്ളത് കൊണ്ടാ നമ്മളിങ്ങനെ നിൽക്കുന്നത്. മിണ്ടുന്നില്ലോ നിങ്ങള്? മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഇനി പതിയെ പഴയ മനുഷ്യന്റെ ഹൃദയം നഷ്ടപ്പെടുക നമ്മളല്ലേ. വലിയ ഭൂമിക്കകത്ത് ചെറിയ ഏദൻ സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി, അടുത്തത് പെരുകി, അടുത്തത് നിറഞ്ഞ്, അടുത്തത് അടക്കി, 5 വാഴാൻ പറഞ്ഞു അല്ലേ. വലിയ ഭൂമിക്കകത്ത് ഒരു ചെറിയ ഏദൻ ഉണ്ടാക്കി. പഠിച്ച ഓർമ്മയുണ്ടോ? ആ ഏദൻ തോട്ടം മനുഷ്യൻ പെറ്റുപെരുകി. അത് ദൈവരാജ്യത്തിന് നിഴലായിരുന്നു. നമ്മൾ പഠിച്ചതാ. അങ്ങനെ നിറഞ്ഞ് ആ ഭൂമി മുഴുവനും ദൈവരാജ്യമായി ഏദൻ തോട്ടമായി മാറുന്നത് പോലെ തന്നെ ദൈവാനുരൂപമായ പുതിയ ഹൃദയം എനിക്ക് നൽകിയിട്ട് എൻ്റെ പഴയ ഹൃദയത്തെ മുഴുവനും ഞാൻ മാറ്റുകയാ. എൻ്റെ ശക്തി കൊണ്ടല്ല, അകത്ത് വീണ്ടും ജനിച്ച പുതു മനുഷ്യന്റെ ശക്തി കൊണ്ട്. പഴയ പഠിച്ച ഓർമ്മയുണ്ടോ? ഏദൻ ലൈഫിനെ കുറിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. ഭൂമിയിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, പൊടി കൊണ്ടുണ്ടാക്കി. ജീവിക്കാൻ വെച്ചത് എവിടെയാ? ഏദൻ തോട്ടം. അതെന്താ? ദൈവരാജ്യത്തിന്റെ നിഴൽ. ദൈവവും മനുഷ്യനും സമ്മേളിക്കുന്ന സ്ഥലം അല്ലേ. അത് തന്നെ, അതാ ദൈവരാജ്യം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ എന്നിട്ട് ആ ഏദൻ തോട്ടം ഭൂമി മുഴുവനും പെരുകി നിറഞ്ഞ് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന തലമുറ ഉണ്ടാകണമെന്ന ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നമ്മുടെ സതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ ഹൃദയത്തിനകത്ത് ഒരു ചെറിയ ഏദൻ സൃഷ്ടിക്കപ്പെട്ടു തന്ന ദൈവം. ഉണ്ടോ നിങ്ങൾക്ക് ഏദൻ തോട്ടം? ദൈവം ഇറങ്ങി വരുന്ന മനുഷ്യമായി സമ്മേളിക്കുന്ന ഒരു പുതിയ ഏദൻ തോട്ടം എന്റെയും നിങ്ങളുടെ അകത്തില്ലേ? യെസ്. അത് ഇനി അതിന്റെ ശക്തിയാൽ ആ പഴയ മനുഷ്യനെ തകർത്ത് കളയാണ് ക്രിസ്ത്യ ജീവിതം. അതാണ് ലേഖനങ്ങൾ മുഴുവനും നമ്മെ പഠിപ്പിക്കുന്നത്. ഉലിഞ്ഞു കളയുക, പഴയനെ ഉലിഞ്ഞു വലിച്ചെറിഞ്ഞു കളയുക. പക്ഷെ എങ്ങനെ പറ്റും? ആ പുതിയ മനുഷ്യന്റെ ശക്തിയാൽ. മനസ്സിലായോ?
ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ രക്ഷ പൂർണ്ണമായെന്ന് വിചാരിച്ചേക്കരുത്. പിന്നെ രക്ഷയെക്കുറിച്ച് പഠിക്കും. നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ബൈബിൾ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആത്മാവിനെ ദൈവം ആദ്യം വീണ്ടെടുക്കുന്നു, അതിൻ്റെ പേര് നീതീകരണം. തുടർന്ന് സഭയുടെ ക്രിസ്ത്യ ജീവിതത്തിലൂടെ കടത്തിവിട്ട് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു, സാങ്ക്ടിഫിക്കേഷൻ. അത് നമ്മുടെ ദേഹിയുടെ രക്ഷ. അവസാനം കർത്താവിൻ്റെ വരവെങ്കിൽ എൻ്റെ ശരീരം കൂടി രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ അന്ന് എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവിക്കും. അന്ന് അതിൻ്റെ പേര് ഗ്ലോറിഫിക്കേഷൻ. അങ്ങനെ എൻ്റെ 3 ഭാഗങ്ങളും പൂർണ്ണമായും വീണ്ടെടുക്കുന്നത് വരെയാണ് ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് പാതി വഴിയിൽ ഇട്ടേച്ച് കളയരുത്. ഇതൊരു യുദ്ധമാണ്. നമ്മൾ വലിയ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് പോവുകയാണ് നമ്മൾ. അതുകൊണ്ട് ജയിക്കുന്നവനത് അവകാശമാക്കും. എത്രയോ ഭക്തന്മാർ തോറ്റുപോയി അല്ലേ? ഓടി ഇറങ്ങി, അവർ ഇറങ്ങിയതാ, പക്ഷേ വഴി യാത്രയിൽ എത്രയോ ആൾക്കാർ തോറ്റുപോയി. തോറ്റുപോകുമ്പോൾ നമ്മൾ ഓടി എത്തിക്കണ്ടേ നമുക്ക്? യെസ്, ആ ദൈവരാജ്യം അവകാശമാക്കണം. നമുക്ക് തടസ്സം എൻ്റെ ശത്രുക്കൾ നിങ്ങൾ ആരും ഒന്നുമല്ല, മറന്നു പോകരുത്. നമ്മളൊക്കെ പറയും ആ പാസ്റ്റർ കാരണം, ഇവൻ കാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ആരും വിരൽ ചൂണ്ടിട്ട് ആരും പ്രശ്നക്കാർ, ഇവരൊന്നും അല്ല പ്രശ്നക്കാര്. പ്രശ്നം എൻ്റെ അകത്ത് ജഡമാണ്, എൻ്റെ സ്വയമാണ് അല്ലേ? ആദ്യം പ്രശ്നക്കാരൻ എന്നെ തന്നെയാണ്. നമ്മളെയാണ് ആദ്യം ശരിയാക്കേണ്ടത് എന്ന കാര്യം മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ അല്പമായി ചിന്തിച്ചായിരുന്നു, ഒരു വരണ്ടുണങ്ങിയ നിലം, അല്ലെങ്കിൽ മരുഭൂവസ്ഥ നിലം, അല്ലെ, ഒരു ഗുണമില്ലാത്ത, ഒരു പച്ചപ്പില്ലാത്ത ഒരു വരണ്ട നിലത്തെ എങ്ങനെയാണ്, ഇതായിരുന്നു എൻ്റെ നിങ്ങളുടെ അനുഭവം പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്. 2005 ഫെബ്രുവരി 28 വരെ എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. നിങ്ങളുടെ ഇത് തന്നെയാ. ഒരു പ്രത്യാശയില്ലാത്ത, ഒരു നന്മയുമില്ലാത്ത ഒരു നിലമായിരുന്നു, വരണ്ടുണങ്ങിയ നിലമായിരുന്നു എൻ്റെ. എങ്ങനെയാ വീണ്ടും ജനിച്ചത്? കൃപയാൽ വീണ്ടും ജനിച്ചു പോന്ന. പക്ഷേ അങ്ങനെയല്ല സത്യത്തിൽ നടക്കേണ്ടത്. ഈ ഉണങ്ങിയ വരണ്ട നിലത്തെ ഈ പുള്ളിയുടെ പേരെന്താ? കർഷകൻ. കർഷകന്റെ മറ്റു സ്ഥാനത്തെ പേരൊന്നും മറന്നുപോയില്ല. കലപ്പ കുത്തി ഇറക്കിയിട്ട് അതിനെ വലിച്ച് ഉടച്ച് ആ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ട് ഈ പാകി എടുത്തിട്ടാണ് അവിടെ വിത്ത് വിതക്കുന്നത്. അങ്ങന്നിട്ടാ ആ വിത്ത് മുളച്ചു വരുന്നത് അല്ലേ? ഇന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ വരണ്ട ഉണങ്ങത്തിന്റെ മേലിൽ നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് നനച്ചു വിടും അല്ലേ? അതുകൊണ്ട് ജനനം സംഭവിക്കും. സഭക്കകത്ത് വീണ്ടും ജനനം സംഭവിക്കുന്നില്ല സഭക്കകത്ത്. എനിക്കറിയാം, ഞാൻ പറഞ്ഞ പുതുഗ്രാമം എന്ന് പറയുന്ന തെങ്കാശി, ഞാൻ കുറെ നാൾ ബൈബിൾ ക്ലാസ് എടുത്തത് അവിടേക്ക്. ഞാനവിടെ ചെല്ലുമ്പോൾ CSIക്കാരാണ് അവര്. ആ പാസ്റ്റർ എന്നല്ല പറയുന്നത്, അവിടെ ഉപദേശി എന്നാണ് പറയുന്നത്. ആ പുള്ളിയുണ്ട്, പുള്ളിയുടെ കൂടെയുള്ള ഒരു വ്യക്തിയുണ്ട്. അവർ ഞങ്ങളുടെ വേറെ ബൈബിൾ ക്ലാസ്സിനൊക്കെ തെങ്കാശിയിലെ വേറെ അവിടുത്തെ വന്ന ആൾക്കാർ. അവരൊക്കെ അവർ ചർച്ചിൽ പോയി ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല അവിടെ ദർശനകത്ത്. ക്രിസ്ത്യാനികളാ, പേരത് തന്നെയാ, CSIക്കാരാണ് ഞാൻ പറയുന്നത്. ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. കുറ്റം പറഞ്ഞല്ലോ, ഒന്നും അല്ലട്ടോ പറഞ്ഞത്. കാരണം വെറുതെ വന്നതുകൊണ്ടോ സഭയിൽ വന്നതുകൊണ്ടോ ഒന്നുമല്ല. ആഴത്തിനകത്ത് കലപ്പ ഇറങ്ങിയിട്ട് അവിടെ രൂപാന്തരം സംഭവിക്കണം. മാനസാന്തരമൊക്കെ പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാ. അങ്ങനെയാണ് വീണ്ടും ജനം സംഭവിക്കുന്നത്. നിന്റെ തരിശു നിലം, ഇരവ പ്രവാചന നമ്മൾ പഠിച്ചതാ. നിന്റെ തരിശു നിലം യഹൂദ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ, ചുമ്മാ ഇങ്ങനെ ഒപ്പിച്ചു വിടാതെ നിങ്ങളുടെ തരിശു നിലം ഉഴുതു മറിക്കണം നമ്മള് അല്ലേ? ഇത് ഒരു മാനസാന്തരമില്ല. നമ്മൾ രക്ഷിക്കപ്പെടാന്ന് പറയാൻ മാനസാന്തരമില്ലെന്ന്. പാപിയാണെന്ന് ബോധം ആദ്യം ഉണ്ടാകണം നമുക്ക്. എന്നാലേ വീണ്ടും ജനം സംഭവിക്കുകയുള്ളൂ. ഗ്രഹിച്ചോ നിങ്ങള്? ഇത് അനേകരും സംഭവിക്കാത്ത ഈ തലമുറയിൽ ഒന്നുമില്ല, ചുമ്മാ കണ്ടുവരികയാണ് അനേകരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അല്പമായി ആഴമായി ചിന്തിച്ചു കാര്യമാണ്. നമ്മുടെ ഹൃദയമൊക്കെ ഉഴുതു മറിച്ചെടുത്തിട്ട് ഹോശയ പ്രവാചനൊക്കെ പറഞ്ഞ് പഠിച്ചതാ, നീതിയിൽ വിതപ്പിൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുതു മറിച്ചേ മതിയാകത്തുള്ളൂ അല്ലേ? ആ കലപ്പ കുത്തി ഇറക്കിയിട്ട് നമ്മുടെ അകത്ത് ഹൃദയ പരിശോധന സംഭവിക്കണം. നമുക്ക് ചെവിക്കിമ്പമുള്ളത് കേൾക്കാനല്ല, നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ചെവിക്കിമ്പമുള്ളത് കേൾക്കാം. അതുകൊണ്ടാണല്ലോ കള്ളപ്രവാചകന്മാർ ഇന്ന് ഉയരത്തിലേക്ക് കടന്നുപോയിക്കിരിക്കുന്നത് അല്ലേ? ഗ്രഹിച്ചോ നിങ്ങള്? കള്ളപ്രവാചകന്മാർ എന്താ ഇന്ന് ഏറ്റവും അധികമായിട്ട് ലോകത്ത് വാഴാൻ കാരണം ചെവിക്ക് ഇമ്പമുള്ളതേ അവർ പറയത്തുള്ളൂ. ഹല്ലേലൂയ. കലപ്പ ഇറങ്ങണം നമ്മുടെ അകത്തേക്ക്, കുത്തിയിറക്കണം വചനം. ആ വചനം അകത്ത് കയറി ഈ പാറപ്പുറത്ത് വീണ വചനം പോലെ ആയി പോകും. പാറപ്പുറത്ത് വചനം വീണാൽ മുറച്ച തോന്നും, പക്ഷേ വാടിപ്പോകത്തേ ഉള്ളൂ. ഹൃദയത്തെ ഉടച്ച് കീറി മുറിച്ച്, പടം കണ്ട നിങ്ങൾക്ക് അറിയാലേ, കലപ്പ കയറ്റി ഇറക്കിയാൽ മാത്രമേ അതിൽ വിത്ത് വിതച്ചോ 100 മേനി വിളഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഇത്രയൊക്കെ മനസ്സിലായി? അപ്പൊ 4 നിലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ച വഴിയരികെ വിട്ടത് പാറപ്പുറത്ത്, മുള്ളിനിടയിൽ, നല്ല നിലത്തിൽ.
ഈ നല്ല നിലത്തിൽ വിതച്ചിട്ട് പോലും എത്ര എത്ര കിട്ടിയത് അവർക്ക്? 30 കിട്ടുള്ളൂ. നല്ല നിലമായിട്ട് പോലും 30 കിട്ടുന്നുള്ളു. 60 കൊണ്ട് 100 ഉണ്ട്, എന്നാലും നല്ല നിലത്തിൽ പോലും. അപ്പൊ നമ്മളൊക്കെ സൂക്ഷിക്കണ്ടേ? വേണ്ടേ? നല്ല നിലത്തിൽ പോലും 30-60 കിട്ടുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഭയമാകും. ഓക്കെ, ഇതൊക്കെ ദൈവം നമ്മളെ ഇതുപോലെ നമ്മൾ പണിതെടുക്കുന്നത് മറ്റൊരു നിലം നമുക്ക് ഉടക്കാൻ വേണ്ടിയാ. ദൈവം നമ്മളെ ആ ഉഴുതു മറിച്ചൊരു പുതിയ നിലമാക്കി മാറ്റി വചനം അതിൽ വീണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് മറ്റൊന്നിനെ ഉടച്ചു പണിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എവിടെയെന്നറിയാമോ? ആദം പാപം ചെയ്തപ്പോൾ ആദമിന്റെ പാപം നിമിത്തം ആത്മാവ് മരിച്ചുപോയ സകല മനുഷ്യരും ചിതറിപ്പോയ പാപം നിമിത്തം ചിതറിപ്പോയ ആദാമിന്റെ മക്കളെ പിടിക്കണമെങ്കിൽ ശ്രദ്ധിച്ചേ, നമ്മുടെ കുറിവാക്യം എന്താ? നമ്മുടെ ഈ വർഷത്തെ എന്താ പറയാ, എന്താ ഒരു വാക്ക്, ഇംഗ്ലീഷിലൊക്കെ ഒരു വാക്കൊക്കെ ഉണ്ട്, അറിയത്തില്ലല്ലേ? ഒരു ജയ് ജയ് എന്നൊക്കെ വിളിക്കില്ല നമ്മൾ. എന്താ? പുറപ്പെട്ടു പോകുവിൻ. എങ്ങോട്ടാ പുറപ്പെട്ടു പോകുന്നറിയാമോ? ഞാൻ നമ്മുടെ സുവിശേഷകന്റെ ഒരു സുവിശേഷകന്റെ വാക്കി പറഞ്ഞാൽ പുറപ്പെട്ടു പോകുകയും ചെന്നായ്ക്കളുടെയും ഇടയിലേക്ക് ഞാൻ നിങ്ങളെ അഴക്കുന്നു. നിങ്ങൾ ആരെ പോലെ ആകണം? കുഞ്ഞാടിനെ പോലെ. ഇപ്പൊ ഇരിപ്പാണ് നല്ല കുഞ്ഞാടുകളൊക്കെ, വെള്ളയിരുന്ന കുഞ്ഞാടുകളാ. ഗ്രഹിച്ചോ? നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറയും നമ്മള്. ഇപ്പൊ കുഞ്ഞാന്റെ പ്രത്യേകത, അവന് നഖമില്ല. എന്താ? കൊളമ്പാ. കൊളമ്പില്ല, കൊമ്പില്ല, കുഞ്ഞാടാ. നമ്മളിപ്പോ ഇതൊക്കെ ഉള്ള ആൾക്കാരാ അല്ലേ? ഒന്ന് വണ്ടി വട്ടം വെച്ചാ അപ്പം മുളച്ചു വരും. എവിടെയും ഒളിപ്പിച്ചു വെച്ചത് നമ്മളല്ലേ? പൊങ്ങി വരുന്ന 2 കുത്തും നമ്മളല്ലേ? കുളമ്പിട്ടാണെങ്കിൽ നമ്മൾ മാന്തി കളയും. സത്യത്തിൽ കുഞ്ഞാടിനെ പോലെ ദൈവം അഴച്ചതാ. അതിലേക്ക് വരാതെ പോയാലുണ്ടല്ലോ നാട്ടുകാർക്ക് പ്രശ്നം നമ്മളെ കൊണ്ട്. എന്തുമാകട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയുക, ദൈവയുടെ മഹത്വം എന്ന ക്ലാസ് നമുക്കുണ്ട്. അത് നമ്മൾ പതിയെ പഠിക്കും നമ്മൾ. അപ്പൊ അതുകൊണ്ട് ആദാമിന്റെ പാപനിമിത്തം ചിതറിപ്പോയ ആദാമിന്റെ പഴയ പാമ്പിന്റെ വിഷം കിടക്കുന്ന ജാതികളെ പിടിച്ചടക്കണമെങ്കിൽ നല്ലവണ്ണം നിലം ഉഴുതുമറിക്കണം. ഇന്ന് നമുക്കൊരു പുതിയ ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊരു 3-4 പേര് ഇന്ന് കാണുകയും 5 പേരെ ഉച്ചക്ക് ഊണിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ ജസ്റ്റ് ചെന്ന് സംസാരിച്ചു തുടങ്ങി. അവർ ഇങ്ങോട്ട് തന്നെ, നിങ്ങൾക്ക് സാറേ നിങ്ങൾക്ക് സൈറ്റിലെ സാറേ നിങ്ങൾക്ക് പെരുമ്പളത്ത് വർക്കൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഒരാൾ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വർക്കെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊറ്റ വർക്കുള്ളല്ലോ, ഇവിടുത്തെ ജോലി നമുക്ക് വർക്കായിട്ട് തോന്നിട്ടില്ല, നമുക്ക് ആകെ കർത്താവിൻ്റെ വേലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാ അങ്ങോട്ടൊക്കെ വാന്ന് പറഞ്ഞ് കിട്ടിയ അവസരമാണ്. പറഞ്ഞു ഒരു 3-4 കുടുംബം നമുക്ക് അവിടെയുണ്ട് പെരുമ്പളം. പണ്ട് കഴിഞ്ഞ ഒരു 5-6 മാസം മുതൽ നമ്മൾ ഈ മോർണിംഗ് പ്രയറിന് പ്രാർത്ഥിച്ചു തുടങ്ങിയതാ. പെരുമ്പളത്ത് കർത്താവ് ഒരു ഓപ്പണിംഗ് തരണമെന്ന്. കർത്താവ് കൃപയാൽ ഒരു 5-6 ഫാമിലി ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തുമാകട്ടെ, കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഉഴുതു മറിച്ച അവരുടെ ഹൃദയത്തിലേക്ക് പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എന്താ പറയാ, മത്തായി 12:29. മത്തായി 12:29 വായിച്ചേ. ഇവിടെയാ നോക്കേ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കിടന്ന് അവനെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം. നമ്മൾ ഉഴുതുമറിക്കുക. നമ്മൾ പുറത്തേക്ക് സുവിശേഷമായി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുക. ആരാദ്യം ഇറങ്ങും? നീ ഇറങ്ങൂ, ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ എന്തായാലും ഇറങ്ങും, അതിന് ഉറപ്പുണ്ട്. കർത്താവിന്റെ വാഗ്ദത്തം വിട്ടുപോകത്തില്ലല്ലോ. ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഹൃദയത്തെ ഉഴുതുമറിച്ചിട്ടല്ലാതെ പോയാൽ 2 പറഞ്ഞാൽ നമ്മുടെ കൊമ്പ് മുളച്ചു വരും. ആദ്യമൊക്കെ നമ്മൾ അഭിനയിക്കും, കുഞ്ഞാടായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നിന്ന് കളയും. പക്ഷെ 2 ഇഷ്ടപ്പെടാതെ 2 കാര്യം പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ അറിയാതെ കൊമ്പൊക്കെ മുളച്ചു വരും, നമ്മളെ കുളമ്പൊക്കെ കാലറിയാതെ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം നമ്മളെ ഹൃദയത്തിൽ വചനം കേട്ടി അല്ല ഉടച്ചു പണിതാലുണ്ടല്ലോ, ഇതുപോലെ മറ്റുള്ളവന്റെ ഹൃദയത്തെ നമുക്ക് പണിതെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് ബോധ്യം തന്നെ വരണമെന്നേ. ഇതാ സുവിശേഷം. നമ്മൾ അത് മറച്ചു വെച്ചിട്ട് സുവിശേഷം പറയണ്ട. പാപിയാണ് സഹോദരൻ എന്ന് പറയണം. ഞാൻ ഇന്ന് അവരോട് പറഞ്ഞത്, ദൈവത്തെയും മനുഷ്യനും തമ്മിൽ അകച്ചത് നമ്മുടെ പാവമാണ്. എന്തിനാ മറച്ചു വയ്ക്കുന്നത്? അവർ അന്തിപട്ടിണിക്കാരായും ജോലിക്കാർ ജീവിക്കുന്ന ആൾ. പക്ഷേ അതേ പറഞ്ഞു തന്നെ തുടങ്ങണം. നമ്മൾ അവിടെ പോയതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്തുവാകട്ടെ, ഞാൻ പറഞ്ഞത്, ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തെ ഉടച്ചു പണിതാൽ മാത്രമേ നമ്മുടെ വീണ്ടും ജനിച്ചതിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നമുക്ക് വിത്തിടാൻ കഴിയത്തുള്ളൂ.
ഇല്ലാതെ വിത്തിട്ടാൽ പുറമേ ഇട്ട് പോകും. പണ്ട് ഞാനും ഇതായിരുന്നു. പണ്ട് ആദ്യകാലങ്ങളിൽ കർത്താവ് വെളിപ്പാട് പുസ്തകമൊക്കെ എന്നെ പഠിപ്പിക്കുമ്പോൾ, ആദ്യമായി എന്നെ സുവിശേഷം പഠിപ്പിച്ച വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആരെ കാണുമ്പോൾ മുഴുവൻ എല്ലാവരും ഇതാ പറയത്തുള്ളൂ. പറയാനുള്ള കാര്യം കൂടെ ഇവർക്ക് അറിയാം. പല കാര്യങ്ങളും ഓരോ കൺമുമ്പിൽ സംഭവിക്കത്തൊക്കെ ഇതാന്ന് പറയും. പക്ഷേ പലപ്പോഴും സുവിശേഷം പറയാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ സംഭവം പണ്ട് ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി നമുക്ക്. അപ്പം അതുകൊണ്ട് അവൻ്റെ കോപ്പ് അല്ലെങ്കിൽ അവർ ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് നമുക്ക് അവരത് കവർന്നെടുക്കണമെങ്കിൽ സത്യത്തിൽ അവരുടെ ഹൃദയത്തെ നമ്മൾ ഉടയ്ക്കാൻ പറ്റണം. അവരുടെ ഹൃദയത്തെക്കുറിച്ച് പാപിയാണെന്നൊരു ബോധം അവൻ ആദ്യം ഉണ്ടാകണം നമുക്ക്. ഓക്കെ, കർത്താവ് തരുന്ന പോലെ നമുക്ക് ചെയ്യാം. അത് വേറെ കാര്യം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനം കിടക്കുകയാ. ഈ 262 രാജ്യങ്ങളിൽ കിടക്കുന്ന ഈ സർവ്വലോകം, UK-യും അമേരിക്കയും അല്ലേ, സ്വിറ്റ്സർലാൻഡും പിന്നെ എവിടേക്കാ, അബുദാബിയും ഒക്കെ, നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വചനം പറയുന്നു അതൊക്കെ എല്ലാം ആരാ? ഇതെല്ലാം ദുഷ്ടാധീനത്തിൽ കിടക്കുകയാ. എന്ന് പറയട്ടെ, വിട്ടു പോകുന്നു. അപ്പൊ അതുകൊണ്ട് എവിടെ പോയാലും ദുഷ്ടന്റെ അധീനം കിടക്കുക. ഈ ലോകം ഭരിക്കുന്നത് പണ്ട് പഠിച്ചിട്ടുണ്ട്, ലോകത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലോകം എന്ന് പറയുന്നത് ഭൂമിയല്ല. ലോകം എന്താ? ഇടയ്ക്കിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് അല്ലേ. വേൾഡിനെ കുറിച്ച് 25-26 ക്ലാസ് എടുത്തിട്ട് നമ്മള് ലോകം എന്താ? സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിനകത്ത് പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങൾ, അത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് അല്ലേ, മതപരമായ സിസ്റ്റങ്ങളൊക്കെ ആര് കൊടുക്കുക? പിശാച് ലോകത്ത് വെച്ചിരിക്കുക. അത് വിട്ട് അതുകൊണ്ട് അവർ വീട് പണിയെങ്കിൽ വാസ്തു നോക്കിയിട്ട് ചെയ്യത്തുള്ളൂ. വാസ്തുവൊക്കെ നോക്കിയിട്ട് അത് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുക. എല്ലാ മനുഷ്യരും അതിന് അടിമകളായിരിക്കുക. പണ്ട് പഠിച്ച നമ്മൾ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഭൂമി സർവ്വലോകവും ദൈവത്തിൻ്റെതാണ്. ഭൂമി എല്ലാം ദൈവത്തിൻ്റെതാണ്. സകല ഭൂമിയും അവനുള്ളതാണ്. പക്ഷേ അതിൽ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. അപ്പൊ ഈ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമിയല്ല, ഈ സിസ്റ്റത്തിനകത്ത് അല്ലേ. ആ സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അല്ലേ. ഈ സിസ്റ്റത്തിനകത്ത് മതപരമായ സിസ്റ്റങ്ങളും അല്ലേ, ആ നേർച്ച കാഴ്ച അഴിയാക്കി കിടക്കുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ജനത്തെ പിടിച്ചെടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയം അല്ലേ ഉഴുത് മറിക്കണ്ടേ, വേണ്ടേ? ഉറപ്പുണ്ടാകണം നമുക്ക്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് അധികാരം വരുന്നത്. അവിടെ പോയിട്ട് കർത്താവ് പ്രാർത്ഥിച്ചു നോക്കുന്നൊക്കെ അങ്ങനെയല്ല. വാക്കുകൾ നമുക്ക് അധികാരത്തിന്റെ വാക്കുകളായിരിക്കണം. മാർക്കോസ് 10-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ഇവൻ എവിടെ നിന്ന് കിട്ടിയ അധികാരം? കർത്താവിന്റെ വാക്കുകൾ ഷാർപ്പ് വാക്കാ, കീർത്തിയ വാക്കുകളാ. കാരണം ഉറപ്പുണ്ട് ഞാൻ ആരാണെന്നുള്ളത്. ഇതൊക്കെ മനസ്സിലായി. സുവിശേഷം പറയുമ്പോൾ നമുക്ക് ഒരു ഉറപ്പില്ലെങ്കിൽ ആ സുവിശേഷം ആരും കേൾക്കത്തില്ല. കാരണം എൻ്റെ അകത്തുള്ള ഉറപ്പ അധികാരമായി പുറപ്പെട്ടു വരുന്നു അല്ലേ. ആണോ? IAS പഠിച്ച് അവൻ ജയിച്ച് ഒന്ന് ഉറപ്പ്, ഗവൺമെന്റിന് ഒരു ലെറ്റർ എന്താ കിട്ടുമല്ലോ, അത് കിട്ടിയത് ഉറപ്പാ അവൻ കയറി ഭരിക്കാൻ തുടങ്ങുന്നത് കളക്ടറായിട്ട് അല്ലേ. അല്ലാത്തവൻ കയറി, ഇപ്പൊ കള്ള ഡോക്ടർമാരുണ്ട് നമുക്ക് റോട്ടിലേക്ക് അല്ലേ, കള്ള ഡോക്ടർമാരെ പിടിച്ചത് നമുക്കറിയാം. പക്ഷെ അവൻ ഓരോ രോഗി വന്ന് അവനെ ചികിത്സിക്കുമ്പോഴും അവൻ്റെ അകത്ത് പേടിയാ. ഹലോ, തട്ടിപ്പോന്ന് മാത്രമല്ല, ഇവന്മാർ എന്നെ പിടിച്ചാലോ അല്ലേ, വാട്സപ്പിൽ മറ്റൊന്ന് ക്യാമറയൊക്കെ വെച്ച് പിടിച്ച്, ഞാൻ ഡോക്ടറല്ലല്ലോ, കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ, എങ്ങാനും പുറത്തു പോയാലെന്ന് വെച്ച് പേടിച്ചിട്ടാണ് പലപ്പോഴും അവർ ശുശ്രൂഷിക്കുക, അവരെന്താ പറയുക, അവർ അത് ചെയ്യുന്ന ഡോക്ടറുടെ പണി ചെയ്യുന്നത്. എന്നാൽ അധികാരമുള്ള ഡോക്ടർക്ക് അവനാരും പേടിയൊന്നുമില്ല. കാരണം അവൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ പക്കലിരിക്കുക. നമുക്കുണ്ടാകണം അല്ലേ. എൻ്റെ അകത്ത് വീണ്ടും ജനിച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എന്നെ അഴച്ചിരിക്കുക. ഇനി കൺഫർമേഷൻ ആവശ്യമില്ല നമുക്ക്. മത്തായി 22-ാം അധ്യായത്തിൽ കൺഫർമേഷൻ കിട്ടിയത് നമുക്ക്. കിട്ടിയോ? പുറപ്പെട്ടു പോകുവീൻ. കിട്ടിക്കഴിഞ്ഞ് ഇനി ആരോട് ചോദിക്കാനാ? നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. സമയം വയസ്സാകുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നും കർത്താവ് ഓൾറെഡി നമ്മൾ അഴച്ചു വെച്ചിരിക്കുക. നമ്മൾ അധികാരം എടുക്കുക. അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ വചനം പറഞ്ഞാൽ വചനത്തിലെ പ്രവൃത്തി ചെയ്യത്തുള്ളൂ. ക്ലിയറാണ് ഞാൻ പറഞ്ഞത്? പിന്നീട് പഠിക്കാനെ കുറിച്ചൊക്കെ. അപ്പോൾ സർവ്വലോകവും അതിനിൽ കിടക്കുക. നമ്മൾ നമ്മുടെ അധികാരം ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആ അകത്ത് വീണ്ടും ജനം സംഭവിച്ചവർക്ക്, ഉറപ്പുമുള്ളവർക്ക് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഒക്കെ വിട്ടുപോകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ലോകത്തിലെ പ്രഭുവായ അല്ലേ, ലോകത്തെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി ഈ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അടുത്തത് അതാണ് നമ്മൾ മുകളിൽ താഴെ ക്ലാസ് എടുത്തതാ, മുകളിൽ എടുത്തിട്ടില്ല, എന്തുവാകട്ടെ, ആ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം
ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ, ആരാ വിശ്വാസി? ജാതികളല്ല. നമ്മളാ പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ യേശുവിന്റെ സുവിശേഷമുണ്ട്, ഇന്നും ലോകത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ സുവിശേഷം. വിശ്വാസികൾക്ക് പോലും അറിയാത്ത സുവിശേഷം അല്ലേ? ആ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ ദൈവം, ആരാത്? പിശാച്. അവിശ്വാസികൾ, ആരാ വിശ്വാസി? കൊരിന്ത് സഭക്കാർ. ന്യൂ ലൈഫ് അല്ല, കൊരിന്ത് സഭക്കാർ അവരുടെ ഹൃദയത്തെ കൂടാക്കി കളഞ്ഞു. ഇതൊക്കെ പൊട്ടി പുറത്തു വരണമെങ്കിൽ അവിടെയാണ് നമ്മൾ അധികാരം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് 1 കൊരിന്ത്യർ, പിന്നെ അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അനിഷ്ടന്മാരത്രേ. അതുകൊണ്ട് ഉഴുതുമറിക്കുക നമ്മുടെ ഹൃദയങ്ങളിലെ, അവിടെ യഥാർത്ഥമായി ജനനം സംഭവിക്കുന്നത്. വിട്ടുപോകുന്നതിന് ഇത്ര മനസ്സിലാക്കണോ? ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അല്പം പഠിച്ചതാണ് നമ്മൾ, അതിനെ കൂട്ടുള്ള ചെറിയ ഡീറ്റെയിൽ ക്ലാസ് ആണെങ്കിൽ പോലും ഞാൻ വിട്ടുപോകുന്നത് സമയം എടുത്താൽ ഒരുപാട് സമയം അങ്ങോട്ട് പോകും. നമ്മുടെ അകത്ത് സ്പിരിച്വൽ ബർത്ത് സംഭവിക്കുന്നത് അല്ലേ? സത്യത്തിൽ നമ്മളിന്നൊരു ഗർഭപാത്രത്തിനകത്താണ് നമ്മളിന്ന്. ആണോ? ഇപ്പൊ നിക്കോദമോസ് ചോദിച്ചോളൂ, ഞാനിനി വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കയറുന്നു, അതേ ചോദ്യമല്ലേ ഞാൻ ചെയ്യുന്നത്. സത്യത്തിൽ നമ്മളിന്നൊരു ഗർഭപാത്രത്തിന്റെ അകത്താ. ആണോ? ഏതാ ഗർഭപാത്രം? ചോദിക്കാൻ പോയാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോയാ അതല്ലേ, അത് വേറെ വിഷയമെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഏത് ഗർഭപാത്രമാ? ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, സൂര്യൻ അണിഞ്ഞ സ്ത്രീ, കാൽ കീഴിൽ ചന്ദ്രൻ. ഇപ്പൊ ഓർമ്മ വന്നോ നിങ്ങൾക്ക്? സ്ത്രീ പ്രസവിക്കുന്ന, എന്റെ കൂടെ ഇല്ലെന്നോണം ആരും. ഒരു സ്ത്രീ പ്രസവിച്ചു, ഞൊടിനേരം കൊണ്ട് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ട് ചെങ്കോൾ കൊണ്ട് ഭരിക്കാൻ ഒരു ആൺകുട്ടിയെ, ബേബി ചൈൽഡ്, ബേബി ബോയ്, ബേബി ഗേൾ അല്ല, മാൻ ചൈൽഡ്, പുരുഷത്വം പ്രാപിച്ച ഒരു പറ്റം ആൾക്കാർ അല്ലേ? ഏതാ സ്ത്രീ? മറ്റുള്ളവർ പറയുന്ന ഒന്നുമല്ല, പെന്തക്കോസ്ത് കോളത്തിൽ ഏറ്റവും വിഷയമായിരിക്കുന്ന പ്രശ്നമാണത്. കത്തോലിക്കക്കാർ പറയുന്നത് അത് അല്ലേ, മറിയം എന്ന് പറയുന്നു, അത് ബ്ലണ്ടർ മിസ്റ്റേക്ക്. അതൊക്കെ മറ്റ് പെന്തക്കോസ്ത് കോളത്തിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അത് ഇസ്രായേൽ എന്ന, അതും ഏറ്റവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയത്തില്ല നമുക്ക്. സത്യത്തിൽ ആ സ്ത്രീ ആരാ? സഭ അല്ലേ? നമ്മളിന്ന് രക്ഷിക്കപ്പെട്ടവരാ. പക്ഷെ ഇപ്പോഴും അതുകൊണ്ട് ഈ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാം അധ്യായത്തിൽ ഓക്കെ 1-2-3 വാക്യങ്ങളിൽ, ഞാൻ നിർമ്മല കന്യയായി നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു അല്ലേ? സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളെയും. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, നമ്മൾ ജനിച്ചു. എവിടെയാ? അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിനകത്ത് ജനിച്ചിട്ടുണ്ട് നമ്മൾ. സഭ എന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് നമ്മൾ ജനിച്ചിരിക്കുക. നമ്മൾ മറ്റൊരു സൈഡ് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അതിനെക്കുറിച്ച്. നിങ്ങൾ എന്നോടുണ്ട് എല്ലാവരും. സംശയമായോ? ഇല്ല. ആ സ്ത്രീ പ്രസവിക്കും, ചെങ്കോൾ കൊണ്ട് ഭരിക്കുവാനുള്ള ആൺകുട്ടിയെ. തലയിൽ ഈ ദിവ്യത്തെക്കുറിച്ച് ക്ലാസ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞേ ഉള്ളൂ, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചേ ഉള്ളൂ. സൂര്യൻ അണിഞ്ഞ സ്ത്രീ 12 നക്ഷത്രങ്ങൾ പഠിച്ചതാ. കാൽ കീഴി ചന്ദ്രൻ. എന്താ ചന്ദ്രൻ? ആരാ? ഓട്ടോറിക്ഷക്കാരൻ ചന്ദ്രനെ കുറിച്ചല്ല പറയുന്നത്. ചന്ദ്രൻ അല്ലേ? അവളുടെ കാൽ കീഴി ചന്ദ്രൻ ഇരിക്കുക. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്വയമായി പ്രകാശിക്കാൻ കഴിയാത്തതുപോലെ സൂര്യനിൽ നിന്ന് പ്രകാശമാഗ്രഹം വലിച്ചെടുത്തിട്ട് രാത്രിയിൽ പ്രകാശിക്കുന്ന ചന്ദ്രൻ അല്ലേ? അതുപോലെ ക്രിസ്തുവിൽ നിന്ന്, നീതി സൂര്യനായ ക്രിസ്തുവിൽ നിന്ന് അവന് തേജസ്സും കൃപയും വലിച്ചെടുത്തിട്ട് നമ്മൾ പ്രകാശിക്കുകയാണ്. പഠിച്ച ഓർമ്മയുണ്ടോ? അവൾ പ്രസവിക്കുന്ന, നമ്മുടെ സത്യത്തിൽ പ്രസവം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതിൽ കാണാൻ വേണ്ടിയാണ് ഈ തൊണ്ട കീറുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന ആ പ്രസവത്തിൽ ഒരു കുട്ടിയല്ല, ഇരട്ട കുട്ടികൾ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട്. ഇരട്ട കുട്ടികളും അല്ല, ഒരു 3 കുട്ടികളും അല്ല, 4 കുട്ടികളില്ല ഒറ്റ പ്രസവത്തിൽ. പിന്നെ എത്രയാ? നിങ്ങൾ പ്രസവം കണ്ടിട്ടില്ല? ഇരട്ട കുട്ടികൾ കണ്ടിട്ടില്ല നിങ്ങൾ? ഒറ്റ പ്രസവത്തിൽ സംഭവിക്കാൻ പോവുക. അതൊട്ടും താമസിക്കാതെ നമ്മളിതേ കാണാൻ പോവുകയാണ്. അതിനുവേണ്ടിയാ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000 വിശുദ്ധന്മാരുമായിട്ട് പോയിട്ട് 7 വർഷം കഴിഞ്ഞ് വരാൻ പോവുകയാണ് നമ്മളൊക്കെ. ഹല്ലേലൂയ. വല്ലപ്പോഴും സ്വപ്നം കാണുക. ഓക്കെ അല്ലേ? സ്വപ്നമെങ്കിലും കാണല്ലേ? എന്തുമാകട്ടെ. അപ്പോൾ ആ അകത്ത് സഭ എന്ന് പറയുന്ന സ്ത്രീയുടെ അകത്ത്
സ്ത്രീയുടെ അകത്ത് നമ്മളിന്ന് പറന്നിരിക്കുക അല്ലേ, ഒരു ഭ്രൂണം അല്ലേ, 11 മാസം 9 മാസവും 9 ദിവസവും 9 വിനാഴിയൊക്കെ കൊണ്ട് ആ ഭ്രൂണം വളർന്ന് കുഞ്ഞാകുന്നത് പോലെ തന്നെ നമ്മളിന്ന് 2000 വർഷമാകാൻ തുടങ്ങുന്നു. 1990 സംതിങ് വർഷമായി നമ്മൾ ഈ ഗർഭപാത്രത്തിനകത്ത് ഇരിക്കുക. ഞെരികെ കൂടി കഷ്ടം സഹിച്ചല്ലേ ഇരിക്കുക. നമ്മൾ ഈ സ്ത്രീ പ്രസവിക്കാൻ പോവുക. ഇത് പെണ്ണാട്ടോ, വേറെ കാര്യം അല്ലേ. സഭ എന്ന് പറയുന്ന സ്ത്രീ പ്രസവിക്കാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കർത്താവ് എന്ന് പോയാലും സഭ ഇവിടെ തന്നെ കയ്യും കൂട്ടി കാണും. ഓക്കെ, വിട്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്കറിയാം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യക്കുഞ്ഞുണ്ടാകുന്നത് പോലെ ഇതുപോലെ ഒരു ഫെറ്റൽ ഉണ്ടായിട്ട് അത് വളർന്ന് ഒരു കുഞ്ഞ് ഭൂമി പിറക്കുന്നത് പോലെ തന്നെയാണ് നമ്മളും. ഇതുപോലെ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട കുഞ്ഞുണ്ട്. പക്ഷെ എവിടെയാ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെടുക എന്നുള്ള വ്യത്യാസമാണ് അല്ലേ, എന്താ പറയുക, വീണ്ടും ജനനം വ്യത്യാസം, എല്ലാം വ്യത്യസ്തമായ കാര്യങ്ങൾ. ഓരോ വാക്കുകൾക്കും വളരെ അർത്ഥമുണ്ട്. എല്ലാം കൂട്ടിച്ചേർത്ത് വെക്കരുത്. നമ്മളിങ്ങനെ മുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മളല്ലേ. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക നമ്മുടെ അകത്ത്. അതുപോലെ തന്നെയാ ഒരു സഭ എന്ന സ്ത്രീയുടെ അകത്ത് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക അല്ലേ. അത് ഈ ഫെറ്റിൽ വളർന്ന് ഒരു മനുഷ്യക്കുഞ്ഞാകുന്നത് പോലെ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവൾ പ്രസവിക്കും അല്ലേ. ആ കുഞ്ഞാണ് യഥാർത്ഥത്തിൽ ചെങ്കോൽ കൊണ്ട് ഭരിക്കുവാനുള്ള ആൺകുട്ടി. ഞൊടിയിടയിൽ ഈ 12 മറ്റേ 7 തലയൊക്കെയുള്ള മറ്റേ പുള്ളിക്കാരൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മുകളില്. മനസ്സിലായോ? സമയം അടുക്കുന്തോറും അതിലെ പ്രവൃത്തി കൂടിക്കൊണ്ടിരിക്കുക. അതെന്നറിയാമോ? ഇവിടുന്ന് ഞൊടിഞ്ഞടത്തിൽ കൊണ്ട് മുകളിലേക്ക് പോകാൻ പോകുന്ന ആ കുട്ടിയുണ്ടല്ലോ, ബേബി ബോയ് അല്ല, ബേബി ഗേൾ അല്ല, മാൻ ചൈൽഡ്, പുരുഷത്വം പ്രാപിച്ച ഒരു കുഞ്ഞ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? മാൻ ചൈൽഡ് എന്നാ പറയുന്നത്, പുരുഷത്വം പ്രാപിച്ച, അല്ല യൗവനം 33 വയസ്സൊക്കെ പറഞ്ഞ ക്രിസ്തുവിന്റെ പ്രായം, യൗവനകാലം എല്ലാം തികഞ്ഞ് പിതാവിനെ കുറിച്ച് അറിവോടെ നിൽക്കുന്ന പ്രായം. അതാണ് യഥാർത്ഥത്തിൽ പുരുഷത്വം എന്ന് പറയുന്നത്. എന്താ പുരുഷത്വം? തികഞ്ഞ പുരുഷത്വം എന്താ? എന്നെ അഴച്ച പിതാവിനെ കുറിച്ചും അവൻ എന്തിനെ അഴിച്ചതിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഒരു അറിവുള്ള കർത്താവ് 33 വയസ്സിലാണ് 30 വയസ്സിലാണ് അതിന്റെ പ്രവൃത്തി ആരംഭിച്ചത് അല്ലേ. അതുവരെ തികഞ്ഞവനായി തീരുകയായിരുന്നു. ഓൾറെഡി തികഞ്ഞവനായെങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി കാണിച്ചു തരും നമുക്ക്. അതുപോലെ നമ്മൾ ജനിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ. ഇന്ന് അകത്ത് വീണ്ടും ജനിച്ചു കഴിഞ്ഞു. സംശയങ്ങളുള്ളതുണ്ടോ? ഇല്ല, എല്ലാം വേർതിരിച്ച് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇത് എന്തിനാണ് ഈ 2 കുട്ടികളും ഇപ്പം ഭൂമിയിലെ കുട്ടി ജനിച്ചത് എന്തിനാണ്? ഈ നമ്മളെ കർത്താവിന്റെ ദൈവരാജ്യത്തിനകത്ത് ഇതെന്തിനാ ഈ 2 കുട്ടികൾ എന്തിനാ ജനിച്ചത്? ഒന്ന്, ഭൂമിയിൽ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ് അല്ലേ. ജഡത്തിൽ നാം ഭൂമിയിൽ ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. സംശയമുണ്ടോ? അമർത്യരായ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? ഒറ്റ കുഞ്ഞുങ്ങളില്ല അല്ലേ. എന്തൊക്കെയാ കാണിച്ചിട്ട് അമർത്തി. ഞങ്ങളൊക്കെ പണ്ട് ഹിന്ദു മതത്തിലായിരുന്നപ്പോൾ ഒരുപാട് ഞങ്ങൾ നോക്കിയതാ. ഞങ്ങളുടെ സന്യാസിമാര് ഈ മലയിൽ പോയി നിന്നിട്ട് എന്തൊക്കെ ഇല്ലേ, ചെളിയിൽ പോയി കുഴിച്ചിരുന്നിട്ട് അമർത്തിനാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചുമ്മാ വെറുതെ വീമ്പളൊക്കെ മാത്രമേ ഉള്ളൂ. ഒരെണ്ണം പോലും ചുമ്മാ നമ്മുടെ സമയം കളഞ്ഞ മണ്ണൊക്കെ. അമർത്തിനൊന്നും വാങ്ങാൻ പറ്റത്തില്ല, നടക്കത്തില്ല. മനുഷ്യൻ പാവിയാ. എന്തേ ഒന്നും മിണ്ടാത്ത. അപ്പൊ എന്തുമാകട്ടെ, ഇപ്പൊ മനുഷ്യൻ, ഈ ജഡമനുഷ്യൻ, ഫ്ലഷ്, നമ്മുടെ എന്താ പറയാ, ഫിസിക്കൽ ബർത്ത് സംഭവിച്ചത് മരിക്കാൻ വേണ്ടിയാ. ബോൺ ടു ഡെത്ത് അല്ലെ, മരിക്കാൻ വേണ്ടിയാ നാം ജനിച്ചത്. ഓരോ വർഷം തോറും കേക്ക് മുറിക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയും. കേക്ക് മുറിക്കുമ്പോൾ ഓർത്താൽ മതി, ചാകാൻ വേണ്ടിയാ നമ്മളെ ഓരോ ദിവസവും അല്ലെ കേക്കൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ തീയെ കത്തിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ ഒറ്റ ഊത്താ ഊതുന്നത് അല്ലേ. സത്യത്തിൽ ആ ഊത്ത് നമ്മുടെ ജീവിതത്തിലുള്ള നടക്കേണ്ട ഊത്താണ്. മരിക്കാൻ വേണ്ടി നമ്മൾ ഊതി കിടത്താൻ വേണ്ടി നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. മീൻസ് നമ്മൾ ജഡത്തിൽ ജനിച്ചത്. നമുക്കറിയില്ലെങ്കിൽ സത്യമായ കാര്യമാണ് അതൊക്കെ. കേക്കിന്റെ പുറത്ത് ഒരു തിരി വെച്ചിട്ട് ഒന്ന് ഊതുമ്പോൾ സത്യത്തിൽ കെടാൻ പോകുന്ന ഒരു കൈത്തിരിയാ നമ്മളൊക്കെ, അത്രയേ ഉള്ളൂ. മീൻസ് പഴയ മനുഷ്യൻ, നമ്മുടെ ഫിസിക്കൽ ബർത്ത് അല്ലേ. പക്ഷേ ഈ മനുഷ്യനെ കൊണ്ടല്ലേ നമ്മൾ ഈ ജയ് വിളിക്കലും പോര് വിളിക്കുകയും വെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഏത് മനുഷ്യനെയാ? ഈ പുള്ളിക്കാരനെ കൊണ്ട് നമ്മൾ ഈ വെട്ടിപ്പിടിക്കുകയും പോര് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒന്ന് തിരിഞ്ഞ് ഒന്ന് ചുമ്മാ ഒരു പനി വന്നാൽ മതി, നമ്മുടെ പരിപാടി ഇപ്പം തീരും. ആ ബ്രദറിന് പനി വന്നതാ, നേരം വളർത്തപ്പോ വെട്ടിക്കുള്ളി എന്നോട് ചെറിയ പനിയാ വന്നത്, ഒന്ന് ചുമ്മാ ഒന്ന് വീണതാ, ചെറിയൊന്ന് മുട്ടി, ഒരു മിനിറ്റ് മതി. നമ്മുടെയൊക്കെ ഈ ഞങ്ങളൊക്കെ പണ്ട് യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ യാത്രകളാണ് ഞങ്ങളൊക്കെ, എത്രയോ കിലോമീറ്ററുകളൊക്കെ. ചിലപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴല്ല, ചില തവളകളൊക്കെ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ ദിങ്ങനെ നിൽക്കും മസിലും പിടിച്ചോണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള അഗതിവാസന്മാരൊക്കെ കയറ്റിക്കൊണ്ട് പോകും. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ നമ്മളൊക്കെ.
ചാകാൻ വേണ്ടി, മരിക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത് പഴയ മനുഷ്യൻ. എത്ര ഗ്രഹിച്ചോ നിങ്ങള്? പക്ഷേ ഈ അകത്ത് ജനിച്ച പുതുമനുഷ്യനുണ്ടല്ലോ, ഇല്ലേ, അവൻ എന്തിനു വേണ്ടിയാ? ബോൺ ടു റെയിൻ ഇൻ ന്യൂ എർത്ത്, പുതിയ ഭൂമിയിൽ വാഴുവാൻ വേണ്ടി. നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച് ക്ലാസ് തുടങ്ങിയപ്പോൾ നാം പണ്ട് പഠിച്ച ഒരു സെക്ഷൻ തന്നെയായിരുന്നു മൈ ക്രോണോഷിന്റെ എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഒരു സെക്ഷൻ മൊത്തം പഠിച്ചല്ലേ. ഇവിടെയും വാഴും, പുതിയ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകും. യെശയ്യാ പ്രവചന പുസ്തകം 66-ാം അധ്യായത്തിലൊക്കെ പുതിയ ഭൂമിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് 1000 ആണ്ട് ഭൂമിയെക്കുറിച്ചാണ്. ഇന്ന് ലോകത്തിൽ വേറെ ഒരു വ്യത്യാസ ടീച്ചിങ്ങിന് മിസ്റ്റേക്ക്. അത് യെശയ്യാ 66-ാമത്തെ അധ്യായം, അത് പുതിയ ഭൂമിയെക്കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ പുതിയ ഭൂമി എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ അത് പുതിയ ഭൂമി അല്ലത്. അത് ഈ ഭൂമിയെ ഒന്നുകൂടി പുതുക്കിയെടുത്ത് കർത്താവ് 1000 വർഷം ഇവിടെ തന്നെ വാണശേഷം ആ ഭൂമിയെ കത്തിച്ചു കളയും, അല്ലേ? ഇതല്ല, ഇത് അവിടെയും നമുക്ക് വാഴ്ചയുണ്ട്. ആ ക്ലാസ് കേട്ടവർക്കായി സ്തോത്രം. അവിടെയും നമുക്ക് 1000 ആണ്ട് വാഴ്ചയുണ്ട്. പ്ലസ് അതിനുശേഷം കത്തിപ്പോയ ശേഷം വരാനിരിക്കുന്ന പുതിയ ഭൂമി, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ഭൂമിയിൽ നമുക്ക് വാഴ്ചയുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം എൻ്റെ ഓർമ്മശക്തി 5-ാം വാക്യം പറയുന്നു, അവിടെ ഇരുട്ടുണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞല്ലേ, രാത്രി ഉണ്ടാകുന്ന പോലെ താഴേക്ക് പഠിപ്പിച്ചത് വാക്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോ എന്തിനാണ് ഇവൻ ജനിച്ചത്? എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യൻ, വചനത്താലും ആത്മാവിനാലും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ. ഇപ്പോൾ മറ്റു വിധത്തിൽ പറഞ്ഞാൽ സഭ എന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒതുങ്ങിയിരിക്കുന്നവൻ, അവൻ എന്തിനു വേണ്ടി ജനിച്ചതാ? ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലേ? എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയാൽ മതി നമുക്ക്. വാഴുവാൻ വേണ്ടിയാ. കഷ്ടം സഹിച്ചാൽ നിങ്ങൾ എന്നോട് കൂടി കുറച്ച് പറയും, വാഴാൻ വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? ഈ അകത്ത് ജനിച്ചത് വാഴുവാൻ വേണ്ടി. ഇവിടെ വാഴ്ചയ്ക്കൊണ്ട് IPC, IAS, IPS ഒക്കെ പഠിച്ചാൽ നമുക്ക് വാഴാൻ പറ്റും. ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നമുക്ക് അല്പം വാഴാൻ പറ്റും. പക്ഷേ അതൊക്കെ മൺകൂടാരം വരെ മാത്രമേ ഉള്ളൂ, ശവപ്പറമ്പ് വരെ മാത്രമേ ഉള്ളതെല്ലാം. എല്ലാം നിത്യമായി വാഴുന്നത് അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യനാണ്. ഗ്രഹിച്ചോ? അതുകൊണ്ടാ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അകത്തെ മനുഷ്യനെ കുറിച്ചായിരിക്കും. കഷ്ടം മാറും, ദുഃഖം മാറും, ദൈവം നിന്നെ ഉയർത്തും. അല്ലേ, ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണുന്നു, ഒരു മുന്തിരിത്തോട്ടം കാണുന്നൊക്കെ പറഞ്ഞ് വെറുതെ പുറമേയുള്ള മനുഷ്യനെ അല്ല നമ്മൾ ഉയർത്തേണ്ടത്, അകമയുള്ള മനുഷ്യനെ. അവനെ ജീവിക്കാൻ അനുവദിച്ചാൽ ക്രിസ്ത്യ ജീവിതം നല്ല സുന്ദരമായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. അപ്പൊ എന്തുവാകട്ടെ, അപ്പൊ രണ്ട് ഭൂമിയിൽ ജനിച്ചത് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് റോമർ 8:10 പറയുന്നു, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും. സോമ എന്ന് പറഞ്ഞ വാക്കാ ഗ്രീക്ക് കിടക്കുന്നത്, അല്ലേ? ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആ ശരീരമാണ് മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനിച്ചത്. എന്നാൽ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ മരിക്കാൻ വേണ്ടിയല്ല, അവന് മരണമെന്നൊന്നും അറിയത്തില്ല. അവൻ ഭരിക്കുവാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഭരിക്കേണ്ടത് നമുക്ക് വേണ്ടേ? ഒരു ഉഷാറില്ല നിങ്ങൾക്ക്. നമുക്ക് കിട്ടുന്ന, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ അവകാശങ്ങളും വാഗ്ദത്തങ്ങളും അങ്ങും വലുതാ. നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അതൊക്കെ വീണുപോയ പിശാചുക്കളെ, സാത്താന്റെ സൈന്യങ്ങളെ, വീണുപോയ 1/3 ഭാഗം ദൂതന്മാർ, 33.33 ദൂതന്മാർ, 30 കോടി ദൂതന്മാരെയൊക്കെ വിധിച്ച് നരകത്തിൽ തള്ളാൻ പോകുന്നത് കർത്താവൊന്നുമല്ല. ആരാ? ഞാൻ കുറച്ചില്ല പറയുന്നത്, നിങ്ങൾ ദൂതന്മാരെ വിധിക്കേണ്ടവരല്ലയോ? എന്നിട്ടാണ് നമുക്കിപ്പോ പേടിച്ചുകൊണ്ട് വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. നമ്മൾ കിടക്കുക, നമുക്ക് വിശാലമായ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നമുക്ക് കിടക്കുക. ഹല്ലേലൂയ. പക്ഷേ വചനമാണ് നമ്മളെ തികഞ്ഞവനാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ടു പോകും. നമുക്ക് ഒരു പ്രശ്നം വന്നാൽ അപ്പം തന്നെ നമ്മൾ ഓടും പ്രതിവിധിക്ക് വേണ്ടി. അതല്ല, നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് തികഞ്ഞ അധികാരത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കുക. അതുകൊണ്ട് വചനം നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ആരാണെന്നുള്ളത്, അല്ലേ? ആരും ഒരു പ്രവാചകൻ കൈവച്ച് പറയണ്ട നീ ദൈവത്തിനാണെന്നും പറയേണ്ട ആവശ്യമില്ല. വചനം അകത്ത് കയറുമ്പോൾ നാം അറിയാതെ അകത്തെ മനുഷ്യൻ, ഈ റോമർ 8:18 വാക്യത്തിൽ താഴേക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നോട് ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയാമോ? ഇടവിടാതെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യമാ? നീ ദൈവത്തിന്റെ ദാസൻ. പറ, മകൻ ഓരോ സെക്കൻഡും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ചെവി കേൾക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. നമ്മുടെ അകത്തെ മനുഷ്യന് ഇപ്പോഴും ചെവി ഉരുവായിട്ടില്ല. ഈ ഒരു മാസമില്ല, 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ ഒരു മനുഷ്യ കുഞ്ഞ് അമ്മയുടെ ഒരു സ്ത്രീയുടെ വയറ്റ് ഉരുവാകുമ്പോഴേ
അത് വേറെ ഇറച്ചി, പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ? ഇറച്ചി കഷ്ണം പോലെ ഇരിക്കും. കണ്ണൂല, മൂക്കൂല, നാക്കൂല, കയ്യൂല, കാലൂല ആയിരിക്കും. ഒരു ചീത്ത ഇറച്ചി കഷ്ണമോ. പക്ഷേ ഓരോ മാസം കഴിയുന്നോറും 2 കണ്ണ് വെക്കും, അല്ലേ, 2 ചെവി വെക്കും, 2 കൈയും കാലൊക്കെ വെച്ച് അവൻ 9 മാസമാകാൻ കഴിയുമ്പോൾ അവൻ ഒരു മനുഷ്യനായിട്ട് പുറത്തു വരികയാ. നമ്മുടെ അകത്തെ മനുഷ്യന് ചെവി വല്ലതും ആയിട്ടുണ്ടോ? ഉരുവായോ? അതോ 10 വർഷം 20 വർഷമായിട്ട് നമുക്ക് ഇപ്പോഴും ഫെറ്റൽ എന്ന് പറഞ്ഞ കുഞ്ഞിറച്ചി കഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്? എന്തൊന്നും മിണ്ടാതിരിക്കുന്നു നിങ്ങൾ? ജയിക്കാൻ വേണ്ടി, വാഴുവാൻ വേണ്ടി ജനിച്ചിരിക്കുക നമ്മളല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവനെയാണ് ഫോക്കസ്. ബൈബിൾ അതാ മുഴുവനും പഠിപ്പിക്കുന്നതിനെ കുറിച്ച്. ഇത് ഭാഗട്ടെ എന്നൊരു വാക്യം വേഗത്തിൽ വായിക്കാം. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 3 മുതൽ 9 വരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശക്കായിട്ട് അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന, ഇപ്പോഴല്ല, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിനെന്തില്ല? ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല, അല്ലേ? എന്നിട്ട് പറയാ, ആ അവകാശത്തിലേക്ക് എന്നെ നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുക. ജീവനുള്ള പ്രത്യാശയാണ് അതൊക്കെ, അല്ലേ? ഹല്ലേലൂയ. വിട്ടുപോകും. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ട് പോയി സ്പീരിക്കാൻ പോയി ഒരുപാട് സമയം നമുക്ക് പോകും. എന്നിട്ടാണ് പറഞ്ഞ് താഴേക്ക് വന്നിട്ട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുക. നാനാ പരീക്ഷകൾ നമുക്ക് ലോകത്തിലുണ്ടാകാം. ഈ പരീക്ഷകളൊന്നും വെറുതെയല്ല, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ വേണ്ടിയാണ്, അല്ലേ? കർത്താവിനെ ഏറ്റു പറയാൻ വിശ്വാസം വേണ്ടേ? ദൈവം നമുക്ക് തന്ന വിശ്വാസമല്ലേ? പക്ഷെ ആ വിശ്വാസം എൻ്റെ വിശ്വാസമായി പരിണമിക്കണം. പ്രശ്നങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ ശോധനകൾ അഴക്കുന്നത്, ആ ശോധന വരുമ്പോൾ ആ വിശ്വാസത്താൽ ഞാൻ നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. പതറിപ്പോകുന്നുണ്ടെങ്കിൽ വിശ്വാസം എൻ്റെതായി മാറിയിട്ടില്ല. കേട്ടാ, ആ തീയിൽ കഴിക്കുന്ന പൊന്നിനേക്കാൾ അല്ലേ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കാണും നമുക്ക്. കാരണം നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുക. ഈ ലോകം കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും എന്നുള്ള പ്രത്യാശ വിശ്വാസമല്ലത്. കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, അല്ലേ? ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, കണ്ടിട്ടില്ല, ആ വിശ്വാസം, അല്ലേ? അവന്റെ ആത്മാവ് എന്നോടുകൂടി ജീവിക്കുന്നു, എനിക്ക് കണ്ടിട്ടില്ലേ, എന്നാലും വിശ്വാസം. വചനം പറയുന്നു അവൻ പ്രത്യക്ഷനാകും, ഞാൻ അവനോട് പോകും, അവന്റെ പ്രത്യക്ഷത എന്റെ സമാഗമനവും സംഭവിക്കും. അതെന്റെ വിശ്വാസം. എവിടത്തെ വിശ്വാസം? കർത്താവിന്റെ വചനം പറയുന്ന വിശ്വാസം. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. എന്നിട്ട് പറഞ്ഞു വന്നിട്ടാണ് 9-ാം വാക്യം പറയണം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ 9-ാം വാക്യം എന്താ പറയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ. അപ്പോ രക്ഷിക്കപ്പെട്ടത് മുതലുള്ള വിശ്വാസം ദൈവം തന്നത് എന്തിനു വേണ്ടി എന്ന് പറയുക? വിശ്വാസത്തിന് അന്തമായ ആത്മരക്ഷ. തെറ്റ് ആത്മരക്ഷയല്ല, മറന്നു പോകരുത്. തെറ്റ് അത് തെറ്റായ ട്രാൻസ്ലേഷനാ. വരച്ചിടുക. ദേഹിരക്ഷ. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചവരാണ് നമ്മൾ ഇരിക്കുന്ന എല്ലാവരും, അല്ലേ? ആത്മാവ് വീണ്ടെടുത്തോ? ഈ രാമന്റെ ആണെന്ന് എല്ലാം കഴിഞ്ഞിട്ട് സീത, അല്ലേ? നമ്മുടെ ആത്മാവ് വീണ്ടെടുത്തോ കർത്താവ്? രക്ഷിക്കപ്പെട്ടോ? യെസ്. നമ്മൾ ഒരു സഭയിൽ ഒരുവൻ കടന്നു വരുമ്പോൾ അവൻ മാനസാന്തരപ്പെട്ട് ഏറ്റു പറയുമ്പോൾ, വീണ്ടും ജനിക്കപ്പെടുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താ അറിയാമോ? അവിടെ നമ്മുടെ ആത്മാവ്, സ്പിരിറ്റ് വീണ്ടും ജനിക്കുക, വീണ്ടെടുക്കുക. പല അർത്ഥങ്ങളുണ്ട്. വീണ്ടെടുപ്പ് എന്നൊരർത്ഥമുണ്ട് അതിന്, അല്ലേ? വീണ്ടെടുക്കുക. ഇനി അതിന് വീണ്ടെടുപ്പിന്റെ ആവശ്യമില്ല, അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി പെർഫെക്റ്റ് അല്ലാത്ത, വീണ്ടെടുക്കാത്ത 2 കാര്യങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. ആരൊക്കെയാ? ദേവിയാ. ദേഹിയും പിന്നെ ആരൊക്കെയാ? ശരീരം വീണ്ടെടുത്ത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗം വരുന്നത്, അല്ലെ? മറ്റു സഭക്കാർ പറയും ശരീരത്തിൽ രോഗം വരാൻ പാടില്ല. രോഗം വരും സഹോദരങ്ങളെ, കാരണം ഇത് വീണ്ടെടുത്തിട്ടില്ല. എപ്പോഴാ വീണ്ടെടുക്കുന്നത്? റോമക്കല്ലേഖനം 8-ാം അധ്യായം 22-23 വാക്യങ്ങൾ എപ്പോഴാ വീണ്ടെടുക്കുന്നത്? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുമ്പോൾ, കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ. പറയുന്നോട് കൂടെ നിൽക്ക്. അന്ന് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രോഗമുണ്ടാകത്തില്ല. ഇന്ന് നമുക്ക് രോഗം വന്നേക്കാം നമുക്ക്, കാരണം വീണ്ടെടുപ്പ് പൂർണ്ണമായിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ ദേഹിയുടെ വീണ്ടെടുപ്പ്. അതുകൊണ്ട് വിശ്വാസത്തിന് അന്തമായ അവസാന ശ്വാസം പോകുന്നത് വരെ എൻ്റെ വിശ്വാസത്തിന് പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അത് എൻ്റെ ആത്മാവിന് വേണ്ടിയല്ല, ആത്മാവ് വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുക. എൻ്റെ സോൾ, എൻ്റെ ദേഹിയുടെ രക്ഷ. പത്രോസ് ലേഖനം 1:23 പറയാ, കിടന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവജനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, അല്ലേ?
റോമർ 8:17 പറയുക, നാം ദൈവത്തിന്റെ മക്കളെന്ന് പാസ്റ്റർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഴുതിച്ചിരിക്കുന്നത്. പാസ്റ്റർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ കാര്യം, പിന്നെ എങ്ങനെയാ അല്ലേ? ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പരിശുദ്ധാത്മാവിന് എന്നോട് പറയാനോ ഓരോ സെക്കൻഡും പറയാൻ ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകനാ, മകളാ, ദൈവത്തിന്റെ മകനും മകളുമാണെന്ന് ഓരോ സെക്കൻഡും പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അറിയാമോ? നമ്മുടെ ലക്ഷ്യം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നാം ദൈവമക്കളെ, നാം മക്കളെങ്കിലോ അവകാശികൾ. ഈ ലോകത്തിലല്ല, ലോകം മാറ്റി, ഈ ലോകത്തിലേക്ക് മാറ്റിക്കളഞ്ഞു. ഈ ലോകത്തിൽ നമുക്ക് അവകാശമൊന്നുമില്ല. സംഘത്തക്കാർ വാക്ക് പറഞ്ഞില്ലേ? ഓ, സംഘത്തിൽ ഒരു വാക്കുണ്ടല്ലോ, ഈ ആയുസ്സിൽ ഒരു വാക്ക്, സംഘത്തിൽ വാക്കുണ്ടല്ലോ. അല്ല, ഒരു സംഘത്തിൽ വാക്ക്, സംഘത്തക്കാർ ഒരു വാക്ക് എഴുതിച്ചിട്ടുണ്ട്. അവരുടെ ഓഹരി ഈ ആയുസ്സിൽ എത്ര സങ്കീർത്തനം? അത് 82 സങ്കീർത്തനം. അവരുടെ ഈ ലോകക്കാരുടെ ഓഹരി ഈ ആയുസ്സിൽ എത്ര? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? വായിച്ചിട്ടുണ്ടോ? അവരുടെ ഓഹരി ആരുടെയാ? ദൈവത്തെ അറിയാത്തവരുടെ ഓഹരി എവിടെയാ? ഈ ആയുസ്സിൽ, ഈ ഭൂമിക്കകത്ത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ ആ ജാതികൾക്കും അംബാനിക്കൊക്കെ പൈസ കൊടുക്കുന്നത്. എല്ലാവർക്കും ആരാ പൈസ കൊടുക്കുന്നത്? മഞ്ഞും ദുഷ്ടനും നീതിമാനും മഞ്ഞും മഴയും പെയ്ക്കുന്ന ആരാ? ഒരേ ദൈവമുള്ളൂ, നമ്മുടെ കർത്താവ്. ഗ്രഹിച്ചോ നിങ്ങള്? അവരവരുടെ എന്നൊക്കെ പറയും, അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മുടെ കർത്താവ് കൊടുക്കുന്നത് എല്ലാം. മഞ്ഞും മഴയും പെയ്ക്കുന്നത് ദുഷ്ടന്റെ പേരിലും നീതിമാന്മാരുടെ പേരിലും മഞ്ഞും മഴയും പെയ്ക്കുന്നത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് തന്നെയാ എന്ന് പാകട്ടെ. അപ്പോ പരിശുദ്ധന്മാവ് എന്നോട് എപ്പോഴും പറഞ്ഞത് എൻ്റെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യനെ കുറിച്ചാണ്. നീ ദൈവത്തിന്റെ, ഞാൻ ഇപ്പൊ നിർത്തിക്കോളാം, ഉറങ്ങല്ലേ, ഇപ്പൊ ഞാൻ വേഗം നിർത്തിക്കോളാം. നോക്കിയേ, എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യനെ കുറിച്ച് പറയുക. പരിശുദ്ധമാവ് പറയുക, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുക. ഓരോ സെക്കൻഡും അകത്ത് കേൾക്കാൻ കഴിയണം. അതുകൊണ്ട് 7 സഭയോട് ദൂത് പറയുമ്പോൾ, 2 വെളിപ്പാട് 2-3 സഭയോട് സഭയോട് ദൂത് പറയുമ്പോൾ, എഫെസസ് സഭയോട് തുടങ്ങി പറയുമ്പോൾ, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അകത്ത് മനുഷ്യന് ചെവി ഉരുവാകണം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ തക്കവണ്ണം അകത്തെ മനുഷ്യന്റെ ചെവി ഉരുവാകണം. മനുഷ്യനിൽ നിന്ന് കേട്ട് നല്ല കാര്യമാണ്. നമുക്ക് ഇവിടെ എടുക്കുന്നവരെ അല്ലേ, മൂപ്പന്മാരിൽ നിന്ന് കേൾക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് പരിശുദ്ധാത്മാവിന് കേൾക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ് പോകും. ജഡം നമ്മളെ വശീകരിച്ച് വീഴ്ത്തിക്കളയും. ലോകം നമ്മളെ ചതിച്ചു കളയും. അവിടെ പറയാ, നാം മക്കളെങ്കിലെയോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും. ക്രിസ്തുവിൽ നമുക്ക് കൂട്ടവകാശി കിട്ടും. ക്രിസ്തുവിന് എന്തൊക്കെ സ്വർഗം കൊടുക്കാൻ തയ്യാറാണോ അത് മുഴുവനും നമ്മളിലേക്ക് പകരപ്പെടാൻ പോവുകയാണ്. ഈ വാക്കൊരു നിങ്ങൾക്ക് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, പക്ഷെ അത്രയും ആഴമുള്ള വാക്കാ. ക്രിസ്തുവിന് കൂട്ടവകാശികളായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വചനം നിങ്ങൾ ധ്യാനിക്കാതിരിക്കുമ്പോൾ ഈ വാക്ക് നിങ്ങൾ ധ്യാനിക്കണം. ക്രിസ്തുവിലെ കൂട്ടവകാശികളായി ദൈവം നമ്മെ ക്രിസ്തു വിളിച്ചിരിക്കുക. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം 21-ാം വാക്യം പറയുന്നില്ലേ? എന്താ പറയുന്നത്? ഞാൻ ജയിച്ച പിതാവിന്റെ സിംഹാസനം അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ചിട്ട് എന്റെ സിംഹാസനത്തേക്ക് വരാനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഏതാണ്? സ്വർഗീയ സിയോണിനെ കുറിച്ച്. ആ സിയോണിലേക്കാ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വാക്യം ക്രിസ്തുവിനോട് കൂടി കൂട്ടവകാശികൾ വ്യക്തിപരമായി നമുക്ക് തരികയില്ല. ക്രിസ്തുവിലാണ് എൻ്റെ മുഴുവൻ അവകാശം ഇരിക്കുന്നത്. പിതാവ് പുത്രൻ എന്തെല്ലാം കൊടുത്തുവോ അത് മുഴുവനും എന്നിലേക്ക് പകരപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടല്ലേ പിതാവ് പുത്രന് ഈ ഭൂമിയിൽ മേൽ ഭരണം കൊടുക്കാൻ പോകുകയാ, രാജാവായി വാഴാൻ പോകുകയാ. ഇപ്പൊ രാജാവായിട്ടില്ല ക്രിസ്തു അല്ലേ, ആകാൻ പോകുകയാ. രാജാവാകുമ്പോൾ അതിലൊരു അംശം എനിക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുകയാണ്. രാജാക്കന്മാരായി അവനോടുകൂടി 5 പട്ടണത്തിനും 10 പട്ടണത്തിനും അധികാരികളായി നമ്മെ വാഴിക്കാൻ പോകുന്ന ദിവസങ്ങൾ ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശികളായി നമ്മൾ വാഴാൻ പോവുകയാണ്. എന്നിട്ട് പറയാം, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. വാക്യം 19 പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ. ഇവിടത്തെ കാര്യമൊന്നും അല്ല അല്ലേ, പ്രത്യക്ഷതയെങ്കിൽ വെളിപ്പെടാൻ പോകുന്ന. അപ്പോൾ വചനം പറയും, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോ ഒരു വലിയ മർമ്മമാ, പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുന്ന നമ്മള്. നമ്മിൽ വെളിപ്പെടാനുള്ള ഒരു കാര്യമുണ്ട്. എന്താ? തേജസ്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കണ്ടിട്ടില്ല. അടുത്തത്, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്ത് കാര്യമാ? വീട് കിട്ടുന്ന കാല് കിട്ടുന്ന കാര്യമാണോ?
അല്ല, തൊട്ടുമുള്ള വാക്ക് പറയുക, നമുക്ക് തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ തേജസ് ഇന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് അറിയാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കും. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്, അതുകൊണ്ടാണ് നിത്യതയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവരും എന്താ പറയുക, സോഷ്യലിസം എന്നല്ല, സ്വർഗം സോഷ്യലിസം ഒന്നും അല്ല കേട്ടോ, അല്ലേ? സ്വർഗം സോഷ്യലിസം അല്ല. അവിടെ വ്യത്യസ്തമായ അനേക വാസസ്ഥലങ്ങളുണ്ട്. അവിടെ തേജസ്സിന്റെ വ്യത്യാസം അനുസരിച്ച് ഓരോരുത്തരും അവിടെ ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും നമ്മൾ. പിന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് അറിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളയരുത്. അറിയാൻ പറ്റണം നമുക്ക്. എത്രത്തോളം എൻ്റെ അകത്ത് വിശുദ്ധിയിൽ വന്നിട്ടുണ്ടോ അത്രത്തോളം തേജസ്സേനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മർമ്മം മനസ്സിലായോ? എൻ്റെ അകത്ത് വചനപ്രകാരം എത്രമാത്രം ഞാൻ വിശുദ്ധിയിൽ വളരുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ, വേർപെട്ട് ജീവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും. അത് എങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, അറിയാതെ എൻ്റെ അകത്ത് തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗ്രഹിച്ചോ? അതൊരു ഒരു 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 എന്താ പറയുക, ഒരു സ്കെയിലാ വെച്ച് നമ്മൾ വെച്ച് പഠിക്കുക. നമുക്ക് പറ്റും ഇതൊക്കെ ഇതറിയാൻ വേണ്ടി അർത്ഥം നമുക്ക് വച്ചിരിക്കുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നിൽക്കാൻ, വേർപാടിൽ ജീവിക്കാൻ കർത്താവ് നമ്മോട് പറയുന്നത് കൊണ്ടൊക്കെ തന്നെയാണ്. എന്താ പറയാ, നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ. അപ്പോൾ തേജസ് എങ്ങനെ നമുക്ക് കിട്ടും? അവിടെ തന്നെ വാക്കിയുണ്ട്. എങ്ങനെ കിട്ടും? നമ്മുടെ വിഷയമല്ല, എന്നാലും പറഞ്ഞു പോകുക. എങ്ങനെ കിട്ടും? എത്രത്തോളം ദൈവം നമുക്ക് പരിശോധനകൾ തരുമ്പോൾ അത് മുഴുവനും എന്നെ സഹിച്ചാലേ. യാക്കോബ് പറയുന്നില്ലേ, പരീക്ഷ സഹിക്കാൻ മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി, അല്ലേ? 1:21 വാക്യല്ലേ, കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം എന്ന് പറയുമ്പോൾ ഇവിടെ അത് തന്നെയാ. ആ കഷ്ടങ്ങളൊക്കെ ദൈവം നമ്മൾ അനുവദിക്കുന്നത് മുഴുവനും എന്നെ സൗഖ്യമാക്കാനും വിശുദ്ധി നടത്താൻ വേണ്ടിയാ. ഈ വിശുദ്ധിയൊക്കെ എന്നെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും. അപ്പം വലിയ മർമ്മങ്ങൾ അവിടേക്ക് എഴുതി. എന്ത് പറയാ, സൃഷ്ടി ദൈവോത്തരന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. നമ്മളില്ല, നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല ദൈവകുഞ്ഞുങ്ങൾ. പക്ഷേ സൃഷ്ടി പോലും, ഈ കാണുന്ന സൃഷ്ടികൾ പോലും, സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. എന്നാണെന്നറിയാമോ? എന്തിനാ പറഞ്ഞെന്ന്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടികൾ, പട്ടിയും പൂച്ചയും കോഴിയും താറാവും മരങ്ങളും, അല്ലെ, കാത്തിരിക്കുകയാ സൃഷ്ടി. ഈ കാണുന്ന നക്ഷത്ര സമൂഹങ്ങൾ പോലും സൃഷ്ടികൾ കാത്തിരിക്കുക. എന്നറിയാമോ? എന്തിനു വേണ്ടിയാ? ദൈവപുത്രന്മാരുടെ അകത്ത് വീണ്ടും ജനിച്ച ദൈവവൈതൽ വെളിപ്പെട്ട് വരുന്ന ദിവസം. ഇന്ന് ഞെരങ്ങുകയകത്ത് കിടന്നുണ്ട്. ഞരക്കം വായിച്ചിട്ടുണ്ടോ? 8-ാമത്തെ റോമർ ഞരക്കത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അകത്ത് ഞെരങ്ങുകയാ പുതുമനുഷ്യൻ. പലപ്പോഴും പാപത്തിൽ തുടർന്ന് പോകുമ്പോൾ ആ പുതിയ മനുഷ്യൻ ചത്തുപോകുകയാണ്. എത്രയോ ആൾക്കാരുടെ അകത്ത് എനിക്കറിയാം, വിശ്വാസികളുടെ അകത്ത് എത്രയോ ദൈവദാസന്മാർ എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, 10,000 ആൾക്കാർ ദൈവാസന്മാർ മാത്രം ഞങ്ങൾ ട്രെയിനിങ് സെന്ററിൽ പഠിച്ചു പോയിട്ടുണ്ട്. അനേകരിൽ ദൈവജീവൻ പോലുമില്ല. പണ്ട് ആൾക്കാരായിരുന്നു, വീണ്ടും ജനിച്ചവരാ, മിനിസ്റ്റർ ചെയ്ത, പക്ഷേ സംസാരിക്കുമ്പോൾ ജീവന് തുടിപ്പില്ലെന്ന് യൂദയുടെ ലേഖനം പറയുന്ന പോലെ അവർ രണ്ടൂര് ചത്തുപോയവർ. ഉൽപ്പത്തി 1:2-17 പാവനിമിത്തം മരിച്ചുപോയി ആത്മാവ് വീണ്ടും കർത്താവിന് ഏറ്റുപറഞ്ഞപ്പോൾ ജീവൻ കൊടുത്തു. വീണ്ടും ജഡത്തിന്റെ പുറകെ പോയപ്പോൾ മരിച്ചുപോയവർ 2 പ്രാവശ്യം ചത്തവർ. ജഡം അവനെ മുഴുകിക്കളഞ്ഞു. അതുകൊണ്ട് വേർപെട്ട് ജീവിക്കാൻ പറയുന്നത്, ജാതികളോട് ഇടചലകാതെ, നമ്മൾ ജാതി സമ്പ്രദായങ്ങൾ പോകാതെ വേർപെട്ട് ജീവിക്കുന്ന പറയുന്നത്. അതൊക്കെ പറഞ്ഞ മനസ്സിലായി? സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴും പഠിക്കാം. അതുകൊണ്ട് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച, ഞങ്ങൾ തമ്മുകയാണ്, പാട്ടിറക്കി കയറിക്കും കേട്ടോ. നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച പുതുമനുഷ്യനുണ്ട്, അകത്തുണ്ട്, അല്ലേ? ഒരു ദിവസം കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എൻ്റെ പുതുമനുഷ്യൻ അത് വെളിപ്പെട്ട് വരികയാണ്. അവന്റെ പ്രത്യക്ഷതയും നമ്മുടെ സമാഗമനവും സംഭവിക്കുന്ന സമയം. വെളിപ്പാട് 14:1 താഴേക്ക് പഠിക്കുമ്പോൾ, സ്ത്രീ പ്രസവിക്കുന്ന ചെങ്കോൽ കൊണ്ട് ഭരിക്കാനുള്ള ആൺകുട്ടിയെ. പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ, 5, 6, 7 ക്ലാസ് കൊണ്ടാണ് നമ്മൾ പഠിച്ചു തീർത്തത്, അല്ലേ? ഭരിക്കാൻ വിരിക്കുന്ന ആൺകുട്ടി. അത് തന്നെ അതാ പറയുന്നത്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ സൃഷ്ടികൾ പോലും കാത്തിരിക്കുക. ഹലോ, അത് പറഞ്ഞ മനസ്സിലായി? നമ്മുടെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ ഇന്ന് അതിനകത്ത് ഞരങ്ങുക കിടന്നിട്ട്. കാരണം ജഡത്തിന്റെ പ്രവർത്തികൾ, അല്ലേ? നമ്മുടെ ജഡം പാപം ചെയ്യുമ്പോൾ അത് ഞെരങ്ങുകയാ. പാപത്തിൽ തുടരുമ്പോൾ അകത്തെ വീണ്ടും ജനിച്ചവൻ ഞെരങ്ങുകയാ. കാരണം ഈ നമ്മുടെ ദേഹി പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെ ബാധിക്കും. അതൊക്കെ ഒറ്റവാക്കി പറഞ്ഞു പോയെന്നുള്ളൂ. അതേക്കുറിച്ച് നമ്മൾ ആഴമായി ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കും. നമ്മുടെ ജഡം പാപം ചെയ്യുമ്പോൾ നമ്മുടെ വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ ഞെരങ്ങാൻ തുടങ്ങും. അത് ഇപ്പോഴും എടുക്കാൻ പോയാൽ നമ്മുടെ വിഷയം മാറിപ്പോവും. അതുകൊണ്ടാണ് ഡെലിവറൻസ് ക്ലാസ് ആദ്യമായി പഠിക്കും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. അതൊക്കെ പറഞ്ഞ മനസ്സിലായുണ്ട്.
ഓരോ പാപങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങൾ അറിയുന്നില്ല ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. കേൾക്കാറുണ്ടോ നിങ്ങൾ? ഒരു പാപം ചെയ്യുമ്പോൾ, പാപത്തിൽ തുടരുമ്പോൾ അകത്ത് വീണ്ടും ജനിച്ച ഒരു പുതു മനുഷ്യന്റെ കുഞ്ഞിന്റെ ഞരക്കം, അയ്യോ എന്ന് വിളിച്ചോണ്ട് കേൾക്കാറുണ്ടോ നിങ്ങൾ? യെസ്, ഉണ്ട്. കാരണം അവനാ ദൈവരാജ്യം അവകാശമാക്കുന്നത്. നമ്മൾ പാപത്തിൽ തുടർന്നാൽ അവൻ മരിച്ചു പോകും. ഇന്ന് ലോകത്തിൽ പറയുന്നത് രക്ഷിക്കപ്പെട്ട രക്ഷ പൂർണ്ണമാണെന്ന. എന്റെ പൊന്നോ, പിശാചിന്റെ ഉപദേശമാണതെല്ലാം. നമുക്ക് തള്ളിക്കളയാം. നമുക്ക് വീണ്ടും മരിച്ചിട്ട് വീണ്ടും പോകാം, ലോകത്തിലേക്ക് പോകാം. നമുക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധയോടെ ഓടിയാൽ നമുക്ക് ആ കിരീടം പ്രാപിക്കാം. ഓടിയാൽ നമുക്ക് ആ നിത്യത പിതാവിന്റെ ഭവനത്തിന് മുമ്പിൽ പോയിട്ട് ഒരു ദിവസം പറയാം അപ്പാ എന്ന് വിളിച്ച് ആ മുഖത്തേക്ക് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയും. അതാ നമ്മുടെ ആഗ്രഹം, അല്ലേ? അതിനുവേണ്ടി ചിലർക്ക് ഇന്ന് വിടേണ്ടി വരും. നമുക്ക് ചില ബന്ധങ്ങൾ, ചില ജോലികൾ പോലും വിടേണ്ടി വരും നമുക്ക്. എന്തിനാ വിടുന്നറിയാമോ? നിത്യതയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ബാക്കിയുള്ളത് അടുത്ത ദിവസം ചിന്തിക്കും. ദൈവത്തിനായിരിക്കും. നമുക്കൊരു പാട്ടുപാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഒരുങ്ങിയിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാ. കാന്തൻ വരാറായി നാമും പോകാറായി. കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്താലേ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്താലേ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. കാന്തൻ വരാറായി നാമും പോകാറായി. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. നാമും പോകാറായി.
തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക്. ഓ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേളയെ തികച്ചു നാം ഒരുങ്ങിയിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേളയെ തികച്ചു നാം ഒരുങ്ങിയിടുക. ഓ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് തലവണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, ഇന്ന് ഞങ്ങളോട് ദൈവദാസനോട് സംസാരിച്ച കൃപക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്ന, അടിയുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്ന പുതിയ മനുഷ്യൻ കർത്താവേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ശക്തിയോടെ ബലപ്പെടുവാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കുറയുവാൻ, ഞങ്ങളുള്ളിൽ യേശു വളരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കും, അതുകൊണ്ട് എൻ്റെ നാവ് ആനന്ദിക്കും, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ. അപ്പാ കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവിനെ കൺമുമ്പിൽ വയ്ക്കുവാൻ, അങ്ങക്ക് മറച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവ്, ഞങ്ങളുടെ ആത്മാവിനെ ഒളിച്ച് ഞങ്ങൾ എവിടേക്ക് പോകും? അപ്പാ അങ്ങയുടെ ആത്മാവിനനുസരിച്ച് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മുമ്പിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഹൃദയം സന്തോഷിക്കുവാനുള്ള കൃപ അടിയങ്ങൾ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ നാവ് ആനന്ദിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജഡം ഞങ്ങൾ ഓരോരുത്തരും പ്രത്യാശയോടെ വസിക്കുവാൻ, ആ കർത്താവ് വരവിന് വേണ്ടി ഉണർന്നിരിപ്പാൻ, ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം വലിയ കൃപ അടിയങ്ങൾ ഓരോരുത്തരും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥന കൃപക്കായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദങ്ങൾ ഉണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കൃപയും വഴിനിർത്ത പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിൻ്റെ വരവൂരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.